നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് നമ്മൾക്ക് വിശിഷ്ട അതിഥികളായിട്ട് ബാബാജി വന്നിട്ടുണ്ട്, രാജശേഖരജി ഉണ്ട്, രാമസിംഹൻജി ഉണ്ട്. ഒരു വ്യത്യസ്ത വിഷയം തന്നെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. സ്ഥിരം നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങളിലൂടെയാണ് നമ്മൾ പോവാറ്. അത് 9 മണിക്ക് ഇന്നുമുണ്ട്. അത് ജയശ്രീൻ സാറ് വരും ആ ഒരു സെഷനിൽ. എല്ലാ അതിഥികൾക്കും ചാനലിലേക്ക് സ്വാഗതം. രാജശേഖരജി നിന്ന് ആദ്യം തുടങ്ങാം. സർ, രാജശേഖരജി, നമ്മൾ കാണുന്നുണ്ട് മതേതരരായിട്ടുള്ള ഒരു കൂട്ടർ, ലോകത്താകമാനം സമാധാനം ഇങ്ങനെ വാരി വിതറുന്ന ഒരു കൂട്ടരുണ്ട്. അക്കൂട്ടരൊക്കെ ഈ നാട്ടിൽ എന്തുമാവാം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിയെയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. നമുക്ക് ഹിന്ദുക്കളുടെ വിഭാഗം മാത്രം പറയാം. ഹിന്ദുവിന്റെ ഏതൊരു ആചാരം എടുത്താലും അനുഷ്ഠാനം എടുത്താലും അവന്റെ ദേവദേവീ സങ്കല്പങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ വർഗീയതയാണ്, അതൊന്നും ഇവിടെ പാടില്ല എന്ന രീതിയിൽ ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാണോ ഈ കേരളം എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദു അങ്ങനെ ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താനാവാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവസാനം വന്നിരിക്കുന്നു, ഇവിടെ ആനയുടെ വിഷയം വന്നിരിക്കുന്നു. എഴുന്നള്ളത്തിൽ ആനയെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് BHP സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തെ അങ്ങ് വിലയിരുത്തുന്നത്? ബാബാജി, രാജശേഖർജി ഔട്ടായല്ലോ. ഓക്കെ, രാമസിംഹൻജി, നമ്മൾ അങ്ങിലേക്ക് വരാം. അങ്ങിലേക്ക് തന്നെ ഈ ചോദ്യം നേരെ അങ്ങിലേക്ക് വിട്ടിരിക്കുന്നു. എങ്ങനെയാണ് രാമസിംഹൻജി വിഷയത്തെ കാണുന്നത്? മൊത്തത്തിലൊരു ഇരട്ടത്താപ്പാണ്. ഹിന്ദു ചെയ്താലൊക്കെ അനാചാരവും മറ്റുള്ളവർ ചെയ്താൽ ആചാരവും. ഇത് നമ്മള് പണ്ട് പല പ്രാവശ്യം സംസാരിച്ചിട്ടില്ല, എങ്കിൽ പോലും നമുക്കത് പറയാതിരിക്കാൻ വയ്യ. അതിന് ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു 4-5 വർഷമായി, അന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് കുത്തിയോട്ട സമയത്ത് കുട്ടികളുടെ മുതുകിൽ ഒരു ചെറിയ നൂല് കിട്ടുന്ന, ഞാൻ തിരുവനന്തപുരത്ത് ഒരുപാട് കാലം ജീവിച്ചുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം, വളരെ ചെറിയ ഒരു സ്വർണ്ണ നൂല് വെച്ചിട്ട് ഒരു ചെറുനാരങ്ങ തൂക്കിടും. അന്ന് IPS ഓഫീസർ ആയിരുന്ന, ഇപ്പോഴും നമ്മൾ BJP വന്ന സ്ത്രീ അന്ന് പറഞ്ഞത്, അയ്യോ ബാലപീഡനം, ഇതെന്തൊരു ക്രൂരതയാണ്, കേസെടുക്കണം എന്ന് പറഞ്ഞ് അന്ന് പോലീസ് കേസെടുത്തു. ഒപ്പം ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. അങ്ങനെ ആ കേസെടുത്തതിന് പിറ്റേന്ന് തന്നെയാണ് ഞാനൊരു ഓപ്പൺ ലെറ്റർ മുഖ്യമന്ത്രിക്ക് എഴുതുന്നത്. അതായത് ആ കേസ് എടുക്കുകയാണെങ്കിൽ എന്നെ കൂടി കക്ഷി ചേർത്തണം. കാരണം എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സംഗതി എന്റെ 4ാമത്തെ വയസ്സിൽ എന്റെ അറിവോ സമ്മതമോ കൂടാതെ മുറിച്ച് നീക്കിയിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ വലിയ ബാലപീഡനമൊന്നും അല്ല ഒരു ചെറിയ നൂല് കയറ്റുന്നത് എന്നുള്ളത്. അപ്പൊ അത് ഈ നമ്മള് ചിന്തിക്കുമ്പോൾ, അതായത് മുത്തപ്പന് കള്ള് വെച്ചാൽ അനാചാരം, ഞായറാഴ്ചകളിൽ നമ്മുടെ പള്ളികളിൽ വീഞ്ഞു കൊടുത്താൽ, ഞാൻ അവരെ കുറ്റം പറയില്ല, വീഞ്ഞു കൊടുത്താൽ ആചാരം. അതേപോലെ മറ്റേ ബാബാജി പോയി കോഴി വെട്ടിയാൽ ജയില്. വലിയ പെരുന്നാളിന് ഞങ്ങൾ പോത്തിനെയും ആടിനെയും എല്ലാത്തിനെയും ഒട്ടകത്തിന് വരെ വെട്ടിയാൽ കയ്യടി. അപ്പൊ വിവിധങ്ങളായിട്ട് ഒരേ ആചാരം വിവിധ മതങ്ങൾക്കുണ്ടാവുമ്പം അതിന് വിവിധ രീതിയിൽ EMS നമ്പൂതിരിപ്പാടാണ് കോഴി വെട്ടി നിരോധിക്കുന്നത്. എന്നാൽ ആട് വെട്ടും ഇതൊക്കെ നിരോധിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ EMSന്റെ എന്നല്ല, ഇപ്പോഴത്തെ പിണറായി വിജയന്റെയും മുട്ട് വിറയ്ക്കും. നിങ്ങൾ വലിയ പെരുന്നാളിന് വെട്ടണ്ട എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ, വിവരം അറിയും. അപ്പൊ ഈ സംഘടിതമല്ലാത്ത ഹൈന്ദവന് നേരെ എന്ത് വേണമെങ്കിലും ചെയ്യും. അവന്റെ ആചാരങ്ങളിൽ എന്ത് ചെയ്യാം, ശബരിമലയിൽ ചെയ്ത മാതിരി കണ്ട മറ്റവളുമാരെ കൊണ്ട് അവിടെ കയറ്റിയിട്ട് അതിനെ അശുദ്ധാക്കാൻ ശ്രമിക്കാം. അതേപോലെ ഇപ്പൊ ആനയുടെ കാര്യത്തിൽ കോടതിയിൽ പോയത്, ആനയുടെ സ്വീകരിച്ചു. ഈ ആനയ്ക്ക് കൃത്യമായി ആനപ്പാപ്പാൻ ടേപ്പുമായിട്ട് ആന ടു ആന ഇത്ര മീറ്റർ, ഇത്ര ഇഞ്ച്, ഇത്ര സെന്റിമീറ്റർ എന്ന് പറയുക. എന്നാൽ ഇതേപോലെ വലിയ ആഘോഷങ്ങൾ മറ്റിടത്ത് നടക്കുന്നുണ്ട്, വെടിക്കെട്ട് നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അവിടേക്കൊന്നും ഇവരെത്തുന്നില്ല. ഇപ്പൊ നമ്മള് കർണാടകയില് വലിയ ആഘോഷങ്ങൾ ദസറ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ സ്ഥിരം ആഘോഷം നടക്കുന്ന സ്ഥലങ്ങള് സൂഫി സെന്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ കുത്തറാത്തീപ് നടക്കും. കുത്തറാത്തീപ് അറിയാലോ, വാളെടുത്ത് തന്റെ തലയ്ക്ക് വെട്ടി അത് പ്രശ്നമാണ്. പക്ഷെ അത് ഇവിടെ ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പൊ ഒരു രാജ്യത്തെ വിവിധ മതസ്ഥര് വിവിധ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ ഹിന്ദുവിൻ്റെത് മാത്രം എടുത്ത് ഇത് കൊള്ളത്തില്ല, ബാക്കിയൊക്കെ കൊള്ളാം, ഇത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിന്റെ ഒരു
സാങ്കത്യം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇതിൽ ഒരു നമ്മൾ വിചാരിക്കുന്ന അത്ര നിസ്സാരമായിട്ടല്ല. ഇപ്പൊ ശബരിമല തകർക്കാൻ ശബരിമലയുടെ ആചാരം തകർത്താൽ മതി. ഇപ്പൊ തന്നെ ആലോചിക്കൂ, ഗുരുവായൂർ ഉദയാസ്തമയ പൂജ എന്ന് പറയുന്നത് ആചാരമല്ല എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ ഞാൻ കേട്ടു അവിടെ ഇത് തുളസി കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ശബരിമലയ്ക്ക് മഞ്ഞൾ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ എന്താണ് ആചാരം, എന്താണ് അനുഷ്ഠാനം എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. ആ ആചാരം അനുഷ്ഠാനങ്ങളെ എങ്ങനെ പൊളിച്ച് ഇപ്പൊ ഒരു ദേവന്റെ ആചാരം തെറ്റിച്ചു കഴിഞ്ഞാൽ ആ ദേവന്റെ അടുത്ത് പോകുന്ന ആളുടെ വിശ്വാസം അത്രയും കുറഞ്ഞെന്നാ. ഇപ്പൊ നമ്മൾ ഓരോ വിശ്വാസമായിട്ടാണല്ലോ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇരുമുടിക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ അവിടെ ഭഗവാന് കൊടുക്കാനും ഭഗവതിക്ക് കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനുമുള്ള ഉപദേവതകൾക്ക് കൊടുക്കാനുള്ള പരമ്പരാഗതമായിട്ട് നമ്മൾ അനുഷ്ഠിച്ച് വരുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് പുതുതായിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മള് അതേ സമയത്ത് പണ്ട് ഉള്ള ആചാരങ്ങൾ കുറെ മോശപ്പെട്ട ആചാരങ്ങളാന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഹൈന്ദവ സമൂഹം അനാചാരങ്ങളൊക്കെ ഒരു 99% അനാചാരങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം. പക്ഷെ ഇതര സമൂഹമോ, ഇപ്പോ ഇസ്ലാമിക സമൂഹം അവരുടെ ഖുർആൻ എഴുതുന്ന വള്ളി പുള്ളി പാടില്ല എന്നുള്ള വള്ളി പുള്ളി തെറ്റാൻ പാടില്ല. അവരെ ആചാരങ്ങളിൽ നിന്ന് ഒന്നും മാറാൻ പാടില്ല. നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്ത് 50 മീറ്റർ 3 പള്ളി ഉണ്ടെങ്കിൽ ഈ 3 പള്ളിയിൽ നിന്നും എന്താണ് ചെവി പൊട്ടുന്ന രീതിയിൽ ബാങ്ക് അവർക്ക് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. എന്നാൽ അമ്പലത്തിലുള്ള ഒരു മൈക്ക് വെച്ച് ഒരു കോളാമ്പി വെച്ച് നോക്കട്ടെ, പിറ്റേന്ന് പോലീസ് വരും, അത് എടുത്തുകൊണ്ടുപോകും. സുപ്രീം കോടതി നിരോധിച്ച സംഗതിയാണ് ഈ കോളാമ്പി വെക്കല്. ഹൈക്കോടതിയുടെ 500 മീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കേരള കൊച്ചിയിലെ ഹൈക്കോടതിയിൽ 500 മീറ്ററിനുള്ളിൽ 4 സ്പീക്കർ വെച്ച പള്ളി എനിക്കറിയാം. എനിക്കൊരു അബദ്ധം പറ്റി. ഒരു ദിവസം ഞാൻ ഒരു കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു റൂം ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഞാൻ ചെന്ന് കിടന്നത് ഓർമ്മയുണ്ട്. എനിക്കൊരു 2 മണിയായി ഞാൻ ചെന്ന് കിടന്നപ്പോ. അത് കഴിഞ്ഞ് 4-4:30 ആയപ്പോ ബാങ്ക് 4 സ്പീക്കർ എന്റെ തൊട്ടടുത്താ. 50 മീറ്റർ പോലും ഡിഫറൻസ് ഇല്ല ഈ റൂമിൽ. ഞെട്ടി പേടിച്ചിരിക്കുകയും ചെയ്തു. അപ്പൊ ആ രീതിയിൽ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാം. പക്ഷെ അത് ഹിന്ദു ചെയ്യുമ്പോൾ പണ്ട് ഓർമ്മ ഉണ്ടല്ലോ, ശരണം വിളിച്ചതിന് പിണറായി വിജയൻ മൈക്ക് കട്ട് ചെയ്തത് ആറ്റിങ്ങലിനടുത്ത്. ഇത് ഈ 41 വ്രതത്തിന്റെ ഭാഗമായിട്ട് ശരണം വിളിച്ചപ്പോ മൈക്ക് അമ്പലത്തിലെ ഉത്സവത്തിന് മൈക്ക് കട്ടിയിച്ചതാണ് ഈ പിണറായി വിജയൻ. ആളുകൾ പക്ഷെ അത് ഒരു പള്ളിയിലായിരുന്നെങ്കിലോ ഈ ബാങ്ക് വിളി ആ സമയത്ത് ബാങ്ക് വിളിച്ചാൽ നിശബ്ദനായി നിർനിമേഷനായിട്ട് പിണറായി വിജയൻ ഇങ്ങനെ കയ്യും കൂപ്പി നിൽക്കില്ലേ? അതേസമയത്ത് പിണറായി വിജയൻ ശബരിമലയിൽ പോയപ്പോ എന്തായത്? എന്താണ് ഗുരുവായൂർ ചെന്നപ്പോ കൃഷ്ണൻ അവിടെയാണോ കുത്തിയിരിക്കുന്നത് ചോദിച്ച ആളുകളല്ലേ? ആ ചോദ്യം മറ്റുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്താണെന്നറിയില്ല, ഹിന്ദുവിന്റെ ആചാരങ്ങള് അതിനെ എങ്ങനെ തകർക്കാൻ പറ്റും? അത് തകർത്താലേ മറ്റുള്ളവർക്ക് വളരാനുള്ള ഒരു മാർഗം ഉണ്ടാവുള്ളൂ. ശബരിമല പോകണം, ഗുരുവായൂർ പോകണം. അതേ ക്ഷേത്രങ്ങൾ തകർക്കുക എന്നുള്ളത് പഴയ സംഗതികളല്ല. ഇന്നും ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു, ഇന്നും ആചാരങ്ങൾ തകർത്തിരിക്കുന്നു, ഇന്നും ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്തുവകൾ അടിച്ചു മാറ്റുന്നു, സ്ഥലങ്ങൾ അടിച്ചു മാറ്റുന്നു. ഇങ്ങനെ ഒരു അസംഘടിതമായതുകൊണ്ട് മാത്രം ഹിന്ദുവിനെ എങ്ങനെ വേണമെങ്കിലും ദ്രോഹിക്കാം ഭരണകൂടത്തിന്, അത് പ്രത്യേകിച്ചും ഈ ഇടത് വലത് കക്ഷികൾക്ക്. അതേസമയം മെനഞ്ഞാന്ന് നമ്മുടെ വയനാട് MP ചെയ്തെന്താ വെച്ചു, വത്തക്ക സഞ്ചിയായിട്ടാണ് പോയത്. അവർക്ക് തൊട്ടടുത്ത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയെ കുറിച്ചോ ഒന്നും അവർക്കറിയില്ല. അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർന്ന് അവര് വത്തക്ക സഞ്ചിയായിട്ട് ഹമാസിന് കാലു കഴുകാനാണ് അവർ പോയത്. ഇതാണ് ലോകം ഇന്ന് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. ഹൈന്ദവർക്ക് നേരെ അവരുടെ ആചാരങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മറ്റു മതങ്ങൾക്ക് എന്തുമാവാം. ഈ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന ഇവിടുത്തെ ബഹുഭൂരിപക്ഷം എന്ന ജനതയുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അനുഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് തിട്ടൂരം. ഓക്കെ, രാജശേഖരജി അങ്ങയിലേക്ക് വന്ന ചോദ്യമാണ്. അങ്ങയുടെ നെറ്റ് കട്ടായതുകൊണ്ട് രാമസിംഹൻജിയിലേക്ക് പോയതാണ്. എങ്ങനെയാണ് ഇതേ ചോദ്യം തന്നെ അങ്ങയിലേക്ക് പാസ് ചെയ്യാണ്? എങ്ങനെയാണ് സാർ ഇതിനെ കാണുന്നത്? VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിന്റെ നെറ്റ് വീണ്ടും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ ബാബാജി, അദ്ദേഹം വരുമ്പോ വരട്ടെ. ഞാൻ അങ്ങിലേക്ക് വരികയാണ്. കാരണം അങ്ങ് കോഴിവെട്ട് കേസുമായി ബന്ധപ്പെട്ട്, കൊടുങ്ങല്ലൂരിൽ നടന്ന കോഴിവെട്ടിന്റെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ജയിൽവാസം വരെ അനുഭവിക്കപ്പെട്ട, അതല്ലെങ്കിൽ അനുഭവിച്ച ഒരു വലിയ ത്യാഗിയാണ് എന്ന രീതിയിൽ തന്നെ പറയേണ്ടതുണ്ട്. കാരണം അങ്ങനെ RSS കാരനോ അങ്ങനെ BJP കാരനോ അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദു സംഘടനാ നേതാവോ ഒന്നുമല്ല. എന്നിരുന്നിട്ട് പോലും അങ്ങയുടെ ആചാരങ്ങൾ, അങ്ങ് അനുഷ്ഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ, അതിനെതിരെ അങ്ങ് അത് ചെയ്ത സമയത്ത് അതിനെതിരെ ജയിലിൽ അടച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഇടതായാലും വലതായാലും അത് തന്നെയാണ് ഇവിടെ പിന്തുടർന്നു പോരുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ അങ്ങ് നോക്കിക്കാണുന്നത്? കാരണം ഇന്ന് ആന എഴുന്നള്ളിപ്പിലടക്കം വരെ ആ നിബന്ധനകളുമായി കോടതികൾ തന്നെ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു വിഭാഗത്തോട് മാത്രം അങ്ങ് എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തുന്ന ഒരു ആചാര്യനാണ് എന്നിരിക്കെ തന്നെ ഒരു വിഭാഗത്തോട് മാത്രം കാട്ടുന്ന ഈ ഒരു പക്ഷപാതം, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അങ്ങയുടെ അനുഭവം കൂടി വിലയിരുത്തിക്കൊണ്ട്? നമസ്കാരം. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ബൈജുജിനോടൊപ്പം, പ്രത്യേകിച്ച് രാമസിംഹൻജി, പിന്നെ നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രാജശേഖരൻജി, ഇവരുമായിപ്പൊക്കെ ഇതുപോലൊരു ഈ കൂടിയിരിക്കാനും ഇതുപോലെ ഹൈന്ദവമായിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യാനും നമ്മളെ ക്ഷണിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിനൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്ന അവിടുത്തെ ന്യൂനപക്ഷമായിരിക്കുന്ന എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ ആളല്ല. എല്ലാ മതങ്ങളിലെയും നന്മകൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ. നന്മകൾ മാത്രം, അതിനിടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ തുറന്ന് ശക്തമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇന്ന് അങ്ങയുടെ ഈ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആദ്യമായി 2020 വന്നൊരു പത്രവാർത്ത, ഒരു ചെറിയൊരു കട്ടിങ് ആണ്, മനോരമ പത്രത്തിൽ ഒരു പത്ര കട്ടിങ് വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് അങ്ങ് നമ്മളെ അനുവദിക്കണം. അതിന്റെ ഹെഡിങ് ഇപ്രകാരമായിരുന്നു: കോഴിവെട്ടൽ തടയുമെന്ന് BJP. തൃശൂർ: നിരോധിച്ച കോഴിവെട്ടൽ ആചാരം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വീണ്ടും നടപ്പാക്കാൻ ശ്രമിച്ചാൽ ശക്തമായി തടയുമെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. ആചാരത്തിന്റെ മറവിൽ ദുരാചാരം നടത്താൻ അനുവദിക്കില്ല. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിൽ നടന്നതുപോലെ ക്ഷേത്ര ചടങ്ങുകൾ നടത്താനിരിക്കുന്നതിനിടയിൽ നിരോധിച്ച ദുരാചാരം തിരിച്ചു കൊണ്ടുവരുമെന്ന ചിലരുടെ തീരുമാനത്തിന് പിന്നിൽ ഹിന്ദുത്വത്തെ കളങ്കപ്പെടുത്തുവാനുള്ള ശ്രമമാണ്. പാഞ്ഞാൽ സോമയാഗത്തിൽ മൃഗബലി നിർത്തിച്ച ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ക്ഷേത്രങ്ങളിൽ ദുരാചാരം നടത്തുന്നതിന് എന്നും എതിരാണെന്ന കാര്യം ദുരാചാരം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കണമെന്നും B. ഗോപാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ കൊടുങ്ങല്ലൂരിലെ കോഴിബലി ആചാരം 2020 നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ചണ്ടാളബാബയും ചണ്ടാളബാബയോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹവുമാണ്. ന്യൂനപക്ഷമല്ല, ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹം. അതായത് ബ്രാഹ്മണേതര, നമ്മൾ സവർണ അവർണ ഇല്ല എന്നും പറയാൻ പറ്റില്ല, അത് തെറ്റാണെന്ന് കരുതുന്ന പ്രശ്നം. സവർണ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഹിന്ദുക്കളും ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കാതെ തന്ത്രപാരമ്പര്യം പിൻപറ്റുന്ന മറ്റു ഹൈന്ദവരും ഭൂരിപക്ഷ ഹിന്ദു. അപ്പോൾ ആ ഭൂരിപക്ഷ ഹിന്ദുവിനോട് അവർണ എന്ന്. അപ്പോൾ അവർണ ഹൈന്ദവർ ആചരിച്ചു വരുന്ന ആചാരങ്ങളുടെ പ്രതിനിധിയും അതിനെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മളാണ് കൊടുങ്ങല്ലൂരിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 2020 നമ്മൾ നേതൃത്വം കൊടുക്കുന്ന വിശ്വ വാമാചാര ധർമ്മരക്ഷാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കോഴിബലി നടത്തുമെന്ന് പ്രഖ്യാപനം നടത്തിയത്. അത് പത്രസമ്മേളനം നടത്തി അറിയിക്കുകയും അതിന്റെ പോസ്റ്ററും ഫ്ലക്സുകളൊക്കെ അവിടെ വന്ന സമയത്തെ കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ശ്രീനാരായണീയമായിരിക്കുന്ന ചില പ്രസ്ഥാനങ്ങളും അതുപോലെ കമ്മ്യൂണിസ്റ്റുകളുടെ പുരോഗമനം പറയുന്ന സാഹിത്യ അക്കാദമിയും ഒക്കെ അല്ലെങ്കിൽ സംഘമൊക്കെ ഇതിനെതിർത്ത് രംഗത്ത് വന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. എന്നാൽ ഈ വാർത്ത നമ്മൾ വായിക്കാൻ കാരണം ഹിന്ദു സംരക്ഷകരാണെന്ന് പറയുന്നവർ തന്നെ ഹിന്ദുവിന്റെ പരമ്പരാഗത കുലാചാരങ്ങൾക്കും അടിസ്ഥാനത്തിന്റെയും കടക്കൽ കത്തിവെക്കുന്നുണ്ട് അവരെ ബോധ്യപ്പെടുത്താനാണ്. കാരണം ഇവിടെ ദുരാചാരം എന്ന് B. ഗോപാലകൃഷ്ണൻ, ഇന്ന് അദ്ദേഹം BJPയുടെ വൈസ് പ്രസിഡന്റ് ആണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊരു എന്തെങ്കിലും കുറവുണ്ടായിരിക്കാം പറയുന്നത്, അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്ന് പറയാണ് ഈ ദുരാചാരം എന്താണ്. ദുരാചാരം നേരത്തെ രാമസിംഹൻജി പറഞ്ഞു, ഈ കോഴിവെട്ടല് ബാബാജി നടത്തിയാൽ ഇവിടെ തെറ്റാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ വലതുപക്ഷക്കാരെന്ന് പറയുമ്പോൾ അവർ മാത്രമല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് കുലാചാരപരമായിട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ ഈ ആനയുടെ വിഷയം നമ്മൾ പറയാം. ഇത് നോക്കിക്കാണുമ്പോൾ ആരാണ് ഇതിനെ എതിർക്കുന്നത്? ഹിന്ദു ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിക്കുന്ന ഏത് മാപ്പിള, ഏത് ക്രിസ്ത്യാനിയാ സമരം ചെയ്ത്? ആരാ കോടതിയിൽ പോയി? മാപ്പിളാര് കോടതിയിൽ പോയോ? ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാര് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ആനയെ കൊണ്ടു നടക്കുന്നത് എഴുന്നള്ളിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞൊരു മുസ്ലിം പണ്ഡിതനുണ്ടോ? ഒരു ക്രൈസ്തവ പുരോഹിതനുണ്ടോ? ആരാ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, പ്രഭാഷകനായിരിക്കുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പേരുള്ള അദ്ദേഹം മരിച്ചുപോയി. പേര് വളരെ വിഷമമുണ്ട്. അദ്ദേഹം പറഞ്ഞ എല്ലാ നന്മകളെയും ആദരിച്ചുകൊണ്ട് പറയട്ടെ, അദ്ദേഹം ശക്തമായി എതിർത്തിട്ടുണ്ട്.
മുഖ്യധാര സന്യാസി സംഘടനയായിരിക്കുന്ന മാർഗദർശി മണ്ഡലിലെ മുഖ്യധാര സന്യാസിമാർ ഈ വിഷയത്തെ എതിർത്ത് രംഗത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നവോത്ഥാന നായകയിൽപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ ഇതിനെ എതിർത്തിട്ടുണ്ട്, കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അപ്പൊ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ഹിന്ദു സമൂഹത്തിൽ ആചാര്യന്മാരും നേതാക്കന്മാരും തന്നെ ഉണ്ട്. അപ്പോൾ അവര് പറഞ്ഞു വെച്ചതിന്റെ വിന അനുഭവിക്കുന്ന ആരാ? ഭൂരിപക്ഷ ഹിന്ദുവാണ്. കാരണം ഇന്നും ഹിന്ദു എന്ന ലേബലിൽ, സത്യത്തിൽ ഹിന്ദു എന്ന നാമം കൊണ്ട് പലപ്പോഴും ഉപദ്രവിക്കപ്പെടുന്ന സമൂഹങ്ങളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഈ വൈദിക ബ്രാഹ്മണിക് ഹിന്ദുത്വം കൊണ്ടാണ്. ഈ വാക്കുകൾ പറയുമ്പോൾ ഇവ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പൊ പഠിക്കാൻ വന്നൊരു കുട്ടി, അദ്ദേഹം ഒരു ബാലഗോകുലത്തിൽ പോയിരുന്ന കുട്ടിയാണ്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആചാരത്തിന്റെ അടിസ്ഥാനം? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഹിന്ദുവാണ്, എന്റെ ആചാരം 4 വേദങ്ങളാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങൾ വേദം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ അച്ഛൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ 4 വേദം? അല്ല, ബാലഗോകുലത്തിന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് 4 വേദങ്ങളാണ്, ചാതുർവർണ്ണയമാണ്, ഇതൊക്കെയാണ് ഹിന്ദു എന്നാണ്. ഇതാണ് ഹിന്ദുവിന്റെ നാശം. ഞാൻ ഹിന്ദുവായിരിക്കുന്നത് ചാതുർവർണ്ണ ഹിന്ദുവായിട്ടല്ല. എന്റെ അച്ഛൻ അങ്ങനെ ഇരിക്കുന്നത് ചാതുർവർണ്ണ ഹിന്ദുവായിട്ടല്ല. എന്റെ അമ്മ ഇരിക്കുന്നത് ചാതുർവർണ്ണ ഹിന്ദുവായിട്ടല്ല. വർണ്ണഭാഷ ഹിന്ദുവായിട്ടാണ്. ഇന്ത്യൻ ആയതുകൊണ്ടാണ്, ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമാകുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ വാർത്ത വായിക്കുമ്പോൾ ദുരാചാരമാകുന്ന കോഴിവലി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ അവസാനിപ്പിക്കുന്ന ഭാഗം അങ്ങ് ശ്രദ്ധിക്കണം. പാഞ്ഞാൾ സോമയാഗത്തിൽ മൃഗബലി നിർത്തിച്ച ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. അവർ എന്നും ഈ ദുരാചാരങ്ങൾക്കെതിരാണ്. ഏതാണ് ഈ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ എന്നുള്ളത് നമുക്ക് ബഹുമാന നമ്മുടെ രാജശേഖരൻജിയിൽ നിന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇവിടുത്തെ പാഞ്ഞാൾ യാഗം എന്ന് പറയുമ്പോൾ സോമയാഗം ബ്രാഹ്മണരുടെ കുലാചാരമാണ്. കുലാചാരങ്ങളിൽ ഈ ബലി നിർത്തിച്ചത് സർക്കാരല്ല എന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ എന്നാണ്. ഒരു മുസ്ലിം സംഘടനയുടെ പേര് പറഞ്ഞില്ല. മുസ്ലിങ്ങളുടെ ഇവിടെ ഒരു വിഷയം, മുസ്ലിങ്ങളുടെ ആചാരം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടാണ്. അവർക്ക് ഇപ്പൊ ഹിജാബ് വിഷയം വന്നപ്പോൾ ഈ പറയപ്പെടുന്ന MESന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ എന്തോ ആയിരിക്കുന്ന ഫസൽ ഗഫൂർ വരെ ഈ ഹിജാബിനൊക്കെ എതിരാ. പക്ഷെ അദ്ദേഹം പോലും രംഗത്ത് വന്നില്ല. എന്താണ്? അവരുടെ വിഷയത്തിൽ അവർക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഇതുപോലെയാണ്. ഇപ്പൊ അതുപോലെ തന്നെ മലപ്പുറത്തൊരു പെൺകുട്ടി പരീക്ഷയ്ക്ക് ചെന്ന സമയത്ത് ഈ പറഞ്ഞ ഹിജാബ് മുഖമക്കനെ ഇട്ടിട്ടാ പോയത്. ആളെ തിരിച്ചറിയാൻ പറ്റില്ല. ആ ഒരു വിഷയം നടക്കുമ്പോൾ മുസ്ലിം നാമധാരിയായിരിക്കുന്ന അധ്യാപകനാണ് ഇടപെട്ടതെങ്കിലും മറ്റ് മത സംഘടനകളോ നേതാക്കന്മാരോ ഈ വിഷയത്തെ എതിർത്തുകൊണ്ട്, കാരണം ഐഡന്റിറ്റി അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷെ ഒരു സംഘടനാ നേതാവ് പോലും വന്നില്ല. പക്ഷെ ഇവിടെ ഹിന്ദുവിനെ സംരക്ഷിക്കും എന്ന് പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവ് 2020 പറയാണ്, പാർട്ടി ഇതിനെ അംഗീകരിക്കില്ല. ഞങ്ങളുടെ കുലാചാരം, ഹിന്ദുക്കളായ ഞങ്ങളുടെ കുലാചാരത്തിൽ ഞങ്ങൾ ഇറച്ചി തിന്നുന്നതിന് കോഴിയിറച്ചി, ഞങ്ങൾ ഗോമാംസം കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കോഴിയിറച്ചി തിന്നാൻ ഞങ്ങളെ അനുവദിക്കില്ല എന്ന് പറയുന്നത് പിണറായി വിജയനല്ല, ബി ഗോപാലകൃഷ്ണനാകുന്ന പ്രസ്ഥാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ സോമയാഗത്തിന് ബലിനിർത്തി അറിയുമ്പോൾ ബ്രാഹ്മണരും എന്റെ ഹിന്ദുക്കൾ, ഞാൻ പറയുന്ന കുലത്തിലൊന്ന് ബ്രാഹ്മണരുടെ കുലാചാരം നിർത്തിയത് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളാണെന്ന് പറയുന്നത്. വ്യക്തിയുടെ പേര് നമ്മൾ പറയാത്ത അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ അഥർവാദ ബഹുമാനപൂർവ്വമാണ് പേര് പറയാത്ത. നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മുൻ ഭൗതിക പ്രമുഖാണ്. ഇവർ ചെയ്തു വെച്ച വിന ഹിന്ദുക്കളായി ഞങ്ങൾ അനുഭവിക്കുകയാണ്. അങ്ങ് പറഞ്ഞു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അങ്ങേക്ക് ഇങ്ങനെ പീഡനങ്ങളും ജയിൽവാസം അനുഭവിച്ചില്ലേന്ന്. അതിലേക്ക് കൂടുതൽ നമ്മൾ വരാം. പക്ഷെ അന്ന് നമ്മൾ പോയപ്പോഴും കോഴി വെട്ടി നമ്മൾ തിരിഞ്ഞപ്പോൾ നമ്മളെ തടഞ്ഞത് ഒരു ഹിന്ദുത്വ പ്രസ്ഥാനത്തിന്റെ വക്താവാണ് നമ്മളെ തടയുന്നത്. ഞാൻ ഭാരത് മാതാക്കി എന്ന് വിളിച്ചത് അതെന്റെ ധർമ്മസമരമാണ്. ഭരണഘടന ആർട്ടിക്കിൾ പറയുന്ന മതസ്വാതന്ത്ര്യമാണ്. എന്റെ മതസ്വാതന്ത്ര്യം ബ്രാഹ്മണിക് ഹിന്ദു മതത്തിന്റെ 4 വേദങ്ങളുടേതല്ല. ഹിന്ദുവിന്റെ കുലാചാരപരമാണ്. ഭൂരിപക്ഷ ഹിന്ദുവിന്റെ ആചാരമാണ്. ഇന്ന് ഈ നേരം വരെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഹിന്ദു പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ ഹിന്ദുവിന്റെ കുലഗോത്ര ആചാരങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുകയോ അതിനെ പ്രചരിപ്പിക്കുകയോ ചെയ്യാത്തതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങൾ ചാതുർവർണ്ണത്തിന്റെയും വേദത്തിന്റെയും ആളുകളാണെന്ന്. ഈ ഇരിക്കുന്ന ബൈജൂജിന്റെ അച്ഛൻ പോലും വേദം പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇനിയിപ്പോ ഇന്നലകളിൽ രാമസിംഹൻജി പറഞ്ഞാലും അദ്ദേഹം നമ്പൂതിരി മതം മാറി വന്നാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവരും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഹിന്ദു എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ എന്താണ് ഹിന്ദു എന്ന് ഇവിടുത്തെ സംഘടനാ നേതാക്കളും അതുപോലെ തന്നെ ഈ ഹിന്ദു പ്രസ്ഥാനം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഗമാണെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആദ്യം ഒന്ന് പഠിക്കണം. എന്നാൽ മാത്രമല്ലേ നമ്മളെപ്പോലുള്ളവർക്ക് ഈ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരെയും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെയും എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ആത്മാർത്ഥത വേണ്ടേ? നമ്മൾ അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പറഞ്ഞത്, നമ്മൾ പറയുന്ന വിഷയങ്ങൾ ചിലപ്പോൾ ഹിന്ദുക്കൾക്ക് തന്നെ സ്വീകാര്യമാവില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം സത്യമാണ്, സത്യത്തിന്റെ മുഖം വികൃതമാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഇനി തുടർന്ന് നമ്മൾ അങ്ങ് പറഞ്ഞ ആന വിഷയം മറ്റുള്ള വിശദമായിട്ട് തന്നെ പറയാം. കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ആമുഖം എന്ന നിലയ്ക്ക് പ്രധാനമായി പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ആന എഴുന്നള്ളിക്കുന്ന ഹിന്ദു ധർമ്മഗ്രന്ഥങ്ങളിൽ പ്രമാണമില്ല എന്നാണ് ഇവരുടെ ധർമാചാര്യന്മാർ പറയുന്നത്.
ഈ മാർഗദർശക മണ്ഡലിലെയോ അല്ലെങ്കിൽ ഇവരുടെ ആചാര്യ സഭയിലെയോ ഈ സംഘടനയുടെ നേതാക്കന്മാരുടെ അവരുടെ ഹിന്ദു ആചാര്യ സംഘടനകൾ പറയുന്നത് അവരുടെ ധർമ്മഗ്രന്ഥങ്ങളിൽ പ്രമാണമില്ല എന്നാണ്. എന്നാൽ ചണ്ടാള ബാബ പറയുന്നു ഞങ്ങൾക്ക് പ്രമാണമുണ്ട്. ഞങ്ങൾക്ക് പ്രമാണം എന്താണ്? ആടറുത്ത് ആന എഴുന്നള്ളിക്കാൻ ഞങ്ങൾക്ക് പ്രമാണമാണ്. ആടറുത്ത് കോഴിയറുത്ത് അമൃത പൂജ തരുന്നതിനൊക്കെ ആനയേറി എഴുന്നള്ളിക്കും. അർത്ഥശങ്കയ്ക്കിടയില്ല. മദ്യം എന്ന് പറഞ്ഞാൽ കള്ളല്ല, മദ്യപ്പിക്കുന്ന ആനന്ദമാണെന്നോ, മാംസം എന്ന് പറഞ്ഞാൽ അതല്ല, അത് രസനയെ നിയന്ത്രിക്കുന്നതാണെന്നോ പറയുന്ന ഇവരുടെ സംസ്കൃതത്തിന്റെ ദുർവ്യാഖ്യാനങ്ങൾ ഞങ്ങൾക്കില്ല. പച്ചയ്ക്ക് കാരണവന്മാര് പറഞ്ഞു വെച്ചു, ആടറുത്ത് കോഴിയറുത്ത് അമൃത പൂജ തരുന്നതിനൊക്കെ ആനയേറി എഴുന്നള്ളിക്കും. ഇങ്ങനെ പറഞ്ഞ ഞങ്ങളുടെ പാരമ്പര്യമാണ് ഈ ആന എഴുന്നള്ളിക്കലും കുടയും വേലയും ഒക്കെ. പിന്നെ വെടി കൊണ്ടും കൊട കൊണ്ടും വഴിപാടാണേ കൊടുങ്ങല്ലൂരമ്മടെ. ഏത് ദേവിക്കാണെങ്കിലും ചിലപ്പോ മാട്ടായി കുന്നീലമ്മടെ തിരുമാതാം കുന്നീലമ്മടെ വഴിപാടാണേ എന്നാ കൊട പിടിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നേ. ഇത് ഇവരുടെ ഗ്രന്ഥം തിരഞ്ഞാൽ കിട്ടില്ല. ഞങ്ങൾ ഹിന്ദുക്കളല്ലേ. അതുകൊണ്ട് ഹിന്ദുവിന്റെ അടിസ്ഥാനപരമായ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളും ഹൈന്ദവ നേതാക്കന്മാരും ആചാര്യന്മാരും അടിസ്ഥാനപരമായി ഭൂരിപക്ഷ ഹിന്ദുവിനെ പഠിക്കണം. ചതുർവേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും അടച്ചു വെക്കണം കുറച്ചു കാലത്തേക്ക്. എന്നിട്ട് വേണം ഈ ആക്രമിക്കുന്ന ഈ മറ്റു മതങ്ങൾക്കെതിരെയും ഈ രാഷ്ട്രീയർക്ക് ഒന്നിച്ചിറങ്ങാൻ. അപ്പൊ നമുക്കൊക്കെ സംസാരിക്കാൻ പറ്റും. ഇത് വളരെ വിഷമുണ്ട് നമുക്ക്. ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് മുഖ്യധാര ഹൈന്ദവ വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. എന്താ കാരണം? ജാതിയില്ല എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ജാതി വ്യക്തമായി അനുഭവിച്ചു. നമ്മള് സന്യാസ സംഗമത്തിൽ പോയപ്പോൾ ജാതിയില്ല എന്ന് പറയുന്നവരെ ചണ്ടാളബാബയ്ക്ക് ശേഷം വന്ന നമ്പൂതിരി സ്വാമിയെ കസേര വലിച്ചിട്ടിട്ട് അതിന്റെ മുന്നിൽ ഇരുത്തുന്നു. ഇത് ജാതി അല്ലെങ്കിൽ മറ്റെന്താണ്? അപ്പൊ ഇവർ സ്വയം തിരുത്താതെ ഹിന്ദു അനുഭവിക്കുന്ന വേദനകൾ കണ്ടു വേദനിക്കാനേ നമുക്ക് പറ്റും. പക്ഷേ ഭൂരിപക്ഷ ഹിന്ദുവിനെ കുറിച്ച് പഠിക്കാനോ അവരെ കുറിച്ച് സംസാരിക്കാനോ അവർക്കാകുന്നില്ല. കേരളത്തിൽ തിരുവനന്തപുരം കാസർഗോഡ് വരെ ഇവിടുത്തെ മുഖ്യധാര ഒരു ഹൈന്ദവ സംഘടന ചണ്ഡികാ ഹോമം നടത്തി. ചണ്ഡികാ ഹോമത്തെ ദേവീ ആരാധനയാണ്. ദേവീ ആരാധന നമ്പൂതിരിമാർക്ക് ചെയ്യാൻ അധികാരമില്ല എന്ന് ശാങ്കരസ്മൃതി പറയുന്നു. എന്നാൽ ഈ പറഞ്ഞ ഹിന്ദു സംഘടന ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്പൂതിരിമാരെ കൊണ്ടും വൈഷ്ണവ മാർഗത്തിലുമാണ് ചണ്ഡികായാഗം നടത്തിയത്. ചണ്ഡികായാഗം നടത്തുമ്പോൾ അജബലി വേണ്ടതാണ് ചുരുങ്ങിയത്. അജബലി നടത്താൻ മുസ്ലിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവരുടെ ആചാരം നിലനിൽക്കുന്നു? അവര് പെരുന്നാൾ ഉണ്ടെങ്കിൽ ആടിനെയും പോത്തിനെയും വേണ്ടി വന്ന ഒരു പശുവിനെയും വെട്ടും. നമ്മൾ ഇത് പറയുകയല്ലാണ്ട് ചെയ്യാൻ നമുക്ക് ആർജവമില്ല. നമ്മൾ ധർമ്മം സംസാരിക്കുകയും വൈഷ്ണവ വൈദിക ധർമ്മം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഫലമോ തന്ത്രം പറയുന്ന പോലെ പശുജനങ്ങൾ നമ്മൾ പാശമുള്ള പശുക്കളായി മാറുകയും നമ്മളെ വീരന്മാരും ആരാധന ചെയ്യുന്ന മറ്റുള്ളവരും നമ്മളെ കടന്നാക്രമിക്കും. നമ്മൾ ക്ഷാത്രവീര്യം വേണം എന്നുള്ളത് ഈ പറയുന്ന വലിച്ച ചോറും വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷാത്രാരാധന ചെയ്യണം. ക്ഷാത്രാരാധന ശാക്തേയാചാരമാണ്. അതുമായി സംബന്ധിയാണ്. ഭൂരിപക്ഷ ഹിന്ദു ശാക്തേയര ഷണ്ടന്മാരാക്കിയത് ഇവിടുത്തെ വൈഷ്ണവ പ്രസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഇസ്കോൺ പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരും വേണം. എന്നാൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഹൈന്ദവ സംഘടനകൾ കുലാചാരത്തിന് എന്ത് പ്രോത്സാഹനം തരുന്നു? അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ വിഷയം പറഞ്ഞ് നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. തുടർന്നുള്ള വിഷയത്തിൽ നമ്മൾ ഇതിന്റെ ഭരണഘടനാപരമായി നിയമപരമായി നമ്മൾ ജയിലിൽ അനുഭവിച്ച പീഡനങ്ങൾ, ഇപ്പോഴും നടത്തുന്ന നിയമ പോരാട്ടം, അതിൽ ഇത്തരം സംഘടനകളും പ്രസ്ഥാനങ്ങളും നമ്മൾ എടുത്ത സമീപനം, അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം വലതുപക്ഷ പ്രസ്ഥാനം സമൂഹവും ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയാം. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വേദനയാവുന്നു എങ്കിൽ അതിലേറെ വേദന ചണ്ടാള ബാബയ്ക്കുണ്ട്. കാരണം ഒറ്റയ്ക്കാണ് വൈഷ്ണവ വിഷയങ്ങളിൽ, ഈ ബ്രാഹ്മണിക് വിഷയങ്ങളിൽ ഹിന്ദു സംഘടനകളിൽ ഭൂരിപക്ഷ ഹിന്ദുവിന്റെ കാര്യത്തിൽ ഇല്ല. ഉണ്ടെങ്കിൽ ആ പ്രതിനിധി എന്ന നിലയ്ക്ക് രാജശേഖരൻ ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന അക്കമിട്ട് ഇന്ന പാണ സമുദായം ഹിന്ദുവാണ്, പറയ സമുദായം ഹിന്ദുവാണ്, സമുദായവും ജാതി ഇല്ല എന്ന് പറയരുതേ. പറഞ്ഞാൽ നമ്മൾ അത്രയും വിഷയങ്ങൾ സകലം സൂചിപ്പിക്കും. എന്താ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നത് ചെയ്തു, ഒരു മലനട ഇവർ സ്വീകരിച്ചിട്ടുണ്ട്, മറിച്ച് ഞങ്ങളുടെ ആചാരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് അക്കമിട്ട് പറയാം. അല്ല വൈഷ്ണവ ആചാരങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു, മറ്റുള്ളവരെ നിങ്ങൾ ഹിന്ദുവായി അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും വേണ്ടത് ചെയ്യാത്തതിന്റെ പരിണത ഫലമാണ്. ഇന്നും നമ്മളെ പോലുള്ളവരെ പോലും ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ചേരുന്നില്ല എന്നുള്ളത്. നിങ്ങൾ കാര്യത്തോടെടുക്കുമ്പോൾ ജാതി വിവേചനവും അതുപോലെ തന്നെ ആചാര വിവേചനവും വിശ്വാസ വിവേചനവും കാണിക്കുന്നു. അത് കോടതിയിൽ വരെ പോകേണ്ട ഗതികേട് ഉണ്ടാകുന്നു. അത് ഹിന്ദുക്കൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പരാജയം എത്തി നിൽക്കുന്നത്.
രാജശേഖരജി, രണ്ട് ചോദ്യമാണ്. ഒന്ന് ബാബാജിയുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ അങ്ങ് സ്പർശിച്ചുകൊണ്ട് ഉത്തരം പറയുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, നമ്മൾക്കറിയാം, നമ്മൾ ഹിന്ദുവിന്റെ ഏതൊരു ആചാരം, ഇനി ദുരാചാരം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഹിന്ദുവെന്നും ഒരു ഫ്ലെക്സിബിൾ തന്നെയാണ്. മാറ്റം വരുത്തേണ്ടിടത്തൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഹിന്ദുമതം ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുള്ളത്. അത്തരത്തിൽ എന്തിനു മാറാനും തയ്യാറായിട്ടുള്ള ഹിന്ദുമതം മറ്റൊരു മതത്തെ നമ്മൾ അങ്ങോട്ട് വേണ്ടി കമ്പാരിസൺ നടത്തുന്ന സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ശുദ്ധ വൃത്തികേടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആചാരങ്ങളും ദുരാചാരങ്ങളും നിലനിൽക്കെ തന്നെ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് മാത്രം കയറുന്ന ഒരു പ്രത്യേക ഒരു സ്വഭാവം ഇവിടെ കേരളത്തിൽ കാണുന്നു. ഈ രണ്ട് വിഷയങ്ങൾ ചേർത്തിണക്കിക്കൊണ്ട് അങ്ങ് പ്രതികരിച്ചോളൂ. മാന്യ പ്രേക്ഷകർക്കും ഒപ്പോ എന്റെ സഹപാനലിസ്റ്റുകളായ ഏറെ ബഹുമാന്യരായ ചണ്ടാളം ബാബാജിയും രാമസിംഹൻജിക്കും ഒപ്പം അവതാരകനായിട്ടുള്ള ശ്രീ വി കെ ബൈജു അവർകൾക്കും സാദര നമസ്കാരം. വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ബാബാജി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നടയ്ക്ക് അതിന് പൂർണ്ണമായിട്ട് മറുപടി പറയുവാൻ ഞാൻ അശക്തനാണ്. എന്നിരുന്നാലും അതിന് ഏറെക്കുറെയായ ഒരു മറുപടി മുമ്പോട്ട് വെക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതിനു മുൻപായിട്ട് ഈ പൊതുസമൂഹത്തില് ഇന്ന് കണ്ടുവരുന്ന ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചും ഇപ്പോ ആന എഴുന്നള്ളിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, ആ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവ് കാണാനിടയായി. അപ്പൊ കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആ ഉത്തരവും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തില് പാറമേക്കാവ് ദേവസ്വം അടക്കം തിരുവമ്പാടി ദേവസ്വം അടക്കം സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതി ഇന്ന് വളരെ വ്യക്തമായ ഒരു വിധിന്യായം ഇന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുകയും ഇപ്പോഴത്തെ ഒരവസ്ഥ, ഒരാശങ്ക പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെക്കുകയുമാണ്. കഴിഞ്ഞ കാലത്തെല്ലാം തന്നെ ഹിന്ദുവിന്റെ ആചാരങ്ങളെ സംബന്ധിച്ച്, അവന്റെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, അവന്റെ ധർമ്മഗ്രന്ഥങ്ങളെ സംബന്ധിച്ച്, ധർമ്മഗുരുക്കന്മാരെയും ധർമാചാര്യന്മാരെയും ഒക്കെ സംബന്ധിച്ച് എന്നും വിഷയങ്ങളാണ്. അതിനൊക്കെ കേരള ഹൈക്കോടതിയായിരുന്നു ഒരു പരിധിവരെ ഒരു ആശാകേന്ദ്രം, ഒരാശ്രയ കേന്ദ്രം എങ്കിൽ ഇന്ന് അവിടെ നിന്ന് മാറിയിട്ട് ഇന്ന് സുപ്രീം കോടതിയിലേക്ക് നേരെ പോയി എങ്കിൽ മാത്രമേ ഹിന്ദുവിന് നിലനിൽക്കാൻ പാകത്തിന്, അവന്റെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ പാകത്തിന് ഒരു സാഹചര്യം സംജാതമാവുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അടക്കം നമ്മൾ കണ്ടുവരുന്നത് ഹിന്ദു ആചാരങ്ങളെ ഏതോ ഒരു ബാഹ്യശക്തി അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു നിഗൂഢ ശക്തി എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ ശരി. പലപ്പോഴും ഹൈന്ദവ സമാജം അറിയാതെ തന്നെ ഹൈന്ദവന്റെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിസ്മൃതിയിലേക്ക് പോകുന്നതായ ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഒരു ഏകദേശമായ ഒരു കാഴ്ചപ്പാട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വവിഖ്യാതമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓരോ വിശേഷാദികൾക്കും ഉപയോഗിക്കുന്ന വാദ്യങ്ങളുണ്ട്. ആ വാദ്യങ്ങളിൽ മിക്കതും എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മൾ അതിനെ ഒരു ഗവേഷക വിദ്യാർത്ഥി ഒരു പരിശോധന അഥവാ ഒരു നിരീക്ഷണം അഥവാ ഒരു പഠനം നടത്തുകയാണെങ്കിൽ വ്യക്തമാവും. ആകെ ഉപയോഗിച്ചു വന്നിരുന്ന, പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി ഉപയോഗിച്ചു വന്നിരുന്നതിലെ 1/3 ഭാഗം ഇന്ന് അപ്രാപ്യമായിരിക്കുന്നു അഥവാ നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് അനുഷ്ഠിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. പക്ഷെ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. ആരും തന്നെ ഇത് ശ്രദ്ധിക്കുകയോ ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടണം എന്ന ഒരു താല്പര്യത്തോടു കൂടി ആരും പ്രതികരിച്ചും കാണുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങളും വരുമ്പോ, ഇപ്പൊ ശബരിമലയുടെ വിഷയത്തിലായാലും ശരി, പ്രസിദ്ധങ്ങളായ
എല്ലാ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഇതേമാതിരി ഒരു സാഹചര്യമാണുള്ളത്. പണ്ട് ഉള്ളവർ പറയും, നല്ല സ്വഭാവം, ക്ഷമിക്കണം, നല്ല ശീലങ്ങൾ നല്ല സ്വഭാവമായി മാറുന്നു, നല്ല സ്വഭാവം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്നു എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ സംസ്കാരം നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അപ്പൊ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ഈ സംസ്കാരത്തെ തന്നെ പൂർണ്ണമായും താറുമാറാക്കാൻ കഴിയും എന്നതില് ആരാണ് ഇതിന് വ്യക്തമായിട്ട് വരുന്നത്? ഇപ്പൊ ബാബാജി സൂചിപ്പിച്ചു, ബി ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചു എന്ന്. ഒരുപക്ഷെ ഞാൻ കരുതുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ധാരണ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. പൊതുവെ ആചാര്യ സമൂഹം, ഇപ്പൊ മാർഗദർശക് മണ്ഡലമായാലും ശരി, കാലോചിതമായി മാറേണ്ടതായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉണ്ട് എങ്കിൽ ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കാത്തതാണെങ്കിൽ, മാറ്റപ്പെടേണ്ടതാണെങ്കിൽ മാറ്റപ്പെടണം. അങ്ങനെ പലതും മാറ്റിയിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തെ സംബന്ധിച്ച് എന്നേക്കാൾ പണ്ഡിതാഗ്രേസരന്മാരായിട്ടുള്ള വിവിധങ്ങളായ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട ആളുകളുണ്ട്. അവരാണ് അതിനെ സംബന്ധിച്ച് പറയാൻ. ഇപ്പൊ ബാബാജി പറഞ്ഞ ആ ചോദ്യങ്ങളെ എല്ലാം തന്നെ അതിന്റെ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ ഉൾക്കൊള്ളുന്നു. അത് മറുപടി അദ്ദേഹത്തിന് കിട്ടത്തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്യാം. ഇപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അതിനെ ഓരോന്നിനെയും വിശകലനം ചെയ്യാൻ അശക്തനാണ്. അത് മാത്രമേ ഞാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ മാർഗദർശക മണ്ഡലിന്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത, സന്യാസി സംഗമത്തിൽ പങ്കെടുത്തത് മനുഷ്യനാണ്. ചിലപ്പോ ഏതെങ്കിലും, ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. ഒരിക്കലും ഞാൻ വളരെ 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 ബഹുമാനത്തോടുകൂടി ബാബാജിയെ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ ആദരവോട് പറയുന്നു. ഒരിക്കലും അദ്ദേഹത്തെ അങ്ങനെ ചെറുതായി കാണുകയോ അല്ലെങ്കിൽ അവിടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണിക്കൽ അഥവാ ബ്രാഹ്മണൻ അബ്രാഹ്മണൻ എന്ന താരതമ്യത്തിലൂടെ യാതൊന്നും തന്നെ ചെയ്തിരുന്നില്ല. അത് പരിപൂർണമായും അതിനകത്ത് സന്യാസി ശ്രേഷ്ഠന്മാര് മാത്രമാണ് ആ കാര്യങ്ങൾ ചെയ്തത്. ഹിന്ദു സംഘടനകളെ അതിന്റെ ക്രമീകരണങ്ങളുടെ ഭാഗം മാത്രമായിരുന്നു. അവര് ബിഹൈൻഡ് ദ കർട്ടൻ മാത്രമായിരുന്നു. ഒരാൾ പോലും അതിനകത്ത് വന്നിരുന്നില്ല. പിന്നെ ബാബാജി ഇത് പറഞ്ഞത് കൊണ്ട് അതിനകത്ത് ഓരോ സത്യം ഞാൻ പറയുകയാണ്. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം അനുഷ്ഠിച്ചിരുന്നത് പൂർവാശ്രമത്തിലെ ഒരു നസ്രാണിയായിട്ട് ജന്മം, അല്ലെങ്കിൽ അദ്ദേഹം ജന്മം കൊണ്ട് നസ്രാണിയായി പിന്നീട് അദ്ദേഹം കർമ്മം കൊണ്ട് ഹിന്ദുത്വം സ്വീകരിച്ച് സന്യാസം സ്വീകരിച്ച അദ്ദേഹമാണ് അതിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന് ഓടി നടന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരിക്കലും അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളിലും ബാബാജിയുടെ മനസ്സിലെ എന്തോ ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ പരിഹരിക്കാൻ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിശ്ചയമായും ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയില്, ഒരു ഗുരു എന്ന സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അനുഭവം കൊണ്ടോ ആരുടെയെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായും പരിഹരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. പക്ഷെ ഇവിടെ ഞാനിപ്പോ ഈ പൊതുസഭയില് അത് വിശദീകരിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റത്തിനും തർക്കത്തിനും ഞാൻ മുതിരുന്നില്ല. ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്, അത് ഞാൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് നേരിട്ട് പോകും. അദ്ദേഹത്തിന്റെ ആശങ്കകൾ എന്തൊക്കെയാണോ അത് ബന്ധപ്പെട്ട ആളുകളെ അദ്ദേഹത്തെയും കൂടെ ബന്ധപ്പെടുത്തി അതിന് നിശ്ചയമായിട്ടും അത് വിദൂരമല്ലാത്ത ഭാവിയിൽ അതിന് വ്യക്തമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ആ ഒരു മറുപടിയെ പറയുന്നുള്ളൂ. ബി ഗോപാലകൃഷ്ണൻ വ്യക്തിപരമായ, കാരണം അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടി ഇതിനകത്ത് അഭിപ്രായം ഞാൻ കരുതുന്നില്ല. അപ്പൊ ഇവിടെ നമ്മുടെ ആവശ്യം എന്താണെന്നറിയോ, ഞാൻ ഒരൊറ്റ കാര്യം മാത്രം വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഏത് ശക്തിയാ, ഞാൻ ഒരു എന്താ പറയുന്നത് നിയമപണ്ഡിതനോ അല്ലെങ്കിൽ അല്ല, പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, എന്തുകൊണ്ട് ഇപ്പൊ ആന എഴുന്നള്ളത്തിനെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയ വിഷയം മാത്രം എടുത്തിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. ആന എഴുന്നള്ളത്തിനെ സംബന്ധിച്ച് ഈ വിഷയം എടുത്ത കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം
ആ വിധിയെ അല്ലെങ്കിൽ ആ വിധിയുടെ അടിസ്ഥാനത്തില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച ഒരു ഉത്തരവ്, ആ ഉത്തരവിലെ ഒന്നാമത്തെ ഖണ്ഡികയിലെ ആദ്യത്തെ കണ്ടീഷൻ അഥവാ വ്യവസ്ഥ, ആനയെ എഴുന്നള്ളിക്കണം എന്നുണ്ടെങ്കിൽ 1 മാസത്തിനു മുമ്പ് അറിയിപ്പ് കൊടുത്ത് അവരുടെ അനുമതി വാങ്ങണം. ഞാൻ ഒരു ചെറിയ സംശയം ചോദിക്കുകയാണ്. 1933-34 കാലയളവിലാണ് ചെങ്ങന്നൂരിൽ മൺട്രോ സാഹിബ് ക്ഷേത്രങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെങ്ങന്നൂർ വന്ന് ചെങ്ങന്നൂർ മഹാദേവിയുടെ ശിലാരൂപത്തിലുള്ള വിഗ്രഹം രജസ്വലയാവുന്നു. അത് തട്ടിപ്പാണ്, അതുകൊണ്ട് അതിന്റെ പടിത്തരം വെട്ടിച്ചുരുക്കി അതിന്റെ പാപപരിഹാരാർത്ഥമായി അവിടേക്ക് എല്ലാ മലയാള വർഷത്തിലെയും ആദ്യത്തെ തൃപ്പൂത്താറാട്ടിന്റെ ചെലവ് നിർവഹിക്കുന്ന മൺട്രോ സാഹിബിന്റെ പണം കൊണ്ടാണ്. മൺട്രോ സാഹിബ് സർക്കാരിൽ നിക്ഷേപിച്ചിരിക്കുന്ന, അന്നത്തെ ട്രഷറിയിൽ നിശ്ചയിച്ചിരുന്ന പണം ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കിട്ടുന്ന പലിശ എടുത്താണ് ആ ആറാട്ട് നടത്തുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഒഴിച്ചാൽ എല്ലാ ഭാഗത്തും പാർവതി പരമേശ്വരന്മാരെ എഴുന്നള്ളുന്നത് വലിയ വൻ ജനാവലിയാണ് അവിടെ എത്തിച്ചേരുന്നത്. ദേവിയെയും ദേവനെയും എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് തിടമ്പിലേറ്റി ഇത് ഇങ്ങനെ കൊണ്ടുവന്ന ജീവിതയിൽ എഴുന്നള്ളിച്ചത്. നാം ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവിടെ ഈ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവച്ചിരുന്നു എങ്കില് നാം ആലോചിക്കണം, ഈ 1 മാസത്തിന് മുമ്പ് ദേവി എന്നാ തൃപ്പൂത്താവുന്നതെന്ന് ആർക്ക് നിശ്ചയിക്കാൻ കഴിയും? അമ്മയുടെ ഉടയാടയിൽ സംശയം തോന്നുന്ന മേൽശാന്തി ആ ഉടയാട തന്ത്രി കുടുംബത്തിലേക്ക് കൊടുത്തയച്ച് തന്ത്രി കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അന്തർജനങ്ങള് ആ ഉടയാട പരിശോധിച്ച് അവരാണ് നിശ്ചയിക്കുന്നത് ദേവി തൃപ്പൂത്തായി എന്നുള്ളത്. ഇത് പറയാൻ പോലും ഞാൻ അശക്തനാണ്, അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ 1 മാസം മുമ്പ് വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ചു. അപ്പൊ ഇത് ആരെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി വരുന്നതായ വിധികളായിട്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒക്കെ തന്നെയും കോടതികളിൽ നിന്ന് പോലും വരുന്ന പല തരത്തിലുള്ള വിധി പ്രസ്താവ്യങ്ങളും പ്രായോഗികതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ തയ്യാറാവുകയാണ്. ഇത്തരത്തില് നിരവധിയായിട്ടുള്ള കാര്യങ്ങള് ഞാനിവിടെ സൂചിപ്പിക്കാം. ആമുഖമായിട്ട് ഞാൻ ഇത് മാത്രം സൂചിപ്പിക്കുന്നു. പിന്നീട് അവസരം തരികയാണെങ്കിൽ അതിന് വിശദമായിട്ട് പറയാം. ഈ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഇപ്പൊ ഞാന് രാമസിംഹൻജിയും അല്ലെങ്കിൽ ബാബാജിയോടും ഒക്കെ തന്നെ മാന്യ പ്രേക്ഷകരോടും പറയുന്നത്, ഹിന്ദുക്കൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. അത് പറഞ്ഞു തീർക്കുന്നതിനുള്ള സംവിധാനമുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. പക്ഷെ ഇതാരാണ് ഇത് മറനീക്കി പുറത്തു വരണം? ആനയെ എഴുന്നള്ളിക്കുന്ന വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കോഴിയെ വെട്ടുന്നത് പ്രശ്നമാണ്. ഗുരുവായൂരപ്പൻ പശുവിനെ അറക്കാം, ഈ മാംസം തൂക്കി കോടതിക്ക് പോലും സുവോമോട്ടോ അനുസരിച്ച് കേസെടുക്കാവുന്ന സാഹചര്യത്തില് അതൊന്നും കോടതിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്? എന്റെ സമയം അതിക്രമിച്ചത് എനിക്കറിയാം, പെട്ടെന്ന് നിർത്തുകയാണ്. എന്താണ് ഒറ്റ വാക്കിൽ കോടതി പറഞ്ഞാൽ മതിയായിരുന്നു, തൃശൂർ പൂരം വേണ്ട എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ആചാരപരമായ അടിയന്തരങ്ങള് ഉത്സവാദി കാര്യങ്ങള് അത് വേണ്ട. ഇപ്പൊ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറയാം. തൃശൂർ പൂരം കലക്കാൻ കഴിഞ്ഞ 21 വർഷമായിട്ട് സർക്കാരും അതേപോലെ തന്നെ കോർപ്പറേഷനും കൊച്ചിൻ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് നടത്തുന്ന അപഹാസ്യമായ നടപടികളൊക്കെ തന്നെ നമ്മൾ കണ്ടു മടുത്ത് ഈ വർഷം അതിന്റെ പാരമ്യതയിലെത്തി. അപ്പൊ ഇത് ഇവര് തകർക്കുകയാണ്, തൃശൂർ പൂരം കലക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹിന്ദു സംഘടനകള് അതിനെ സംബന്ധിച്ച് അതിവിദഗ്ധമായ
ഉന്നതന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വിഷയം ഒന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതി രൂപീകരിക്കുകയും അവര് അതിന്റെ എല്ലാ വശങ്ങളും, ആരാണ് തൃശൂർ പൂരം കലക്കിയത്, ആരെങ്കിലും അതോ സ്വയം കലങ്ങിയതാണോ, രണ്ടും അറിയണമല്ലോ. സ്വയം കലങ്ങിയതാണോ കലക്കിയതാണോ, ആണെങ്കിൽ ആരാണ് ഉത്തരവാദി, ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കണമല്ലോ ആരെങ്കിലും. അപ്പൊ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പഠനം നടത്തി അതിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവിടും. 2, റിട്ടയർ ചെയ്ത കേരള ഹൈക്കോടതിയിലെ സീനിയേഴ്സ് ആയിട്ടുള്ള ജഡ്ജിമാര്, വിദഗ്ധന്മാര്, ഇവരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഭയക്കുന്നു. കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതത്തിന് വശംവദരാക്കുന്ന ഒരു മഹാശക്തികള് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിലെന്ന് ഭയപ്പാടോടെയാണ് കാണുന്നത്. ബാക്കി കാര്യങ്ങള് തുടർന്ന് സംസാരിക്കാം. നമസ്കാരം. രാമസിംഹൻജി, നമുക്കറിയാം ഇപ്പോ ഈ നിങ്ങളുടെ 3 പേരുടെ ആദ്യത്തെ ഒരു സെഷനിൽ സംസാരിച്ചു. ഇതിൽ നമുക്കറിയാം കോഴി ഈ പോത്തിനേക്കാൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന ആടിനേക്കാൾ വലിയ ജീവിയാണ് സാർ. നമ്മൾ കേട്ടിട്ടുണ്ട് ആട് വലിയ ജീവിയല്ല എന്നുള്ളൊരു സിനിമയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കോഴിയാണോ വലിയ ഭീകര ജീവി, അതല്ലെങ്കിൽ ഇപ്പൊ ഈ ആന എഴുന്നള്ളത്താണോ ഇപ്പൊ ഏറ്റവും വലിയ ഭീകരത? ഇതൊക്കെ എല്ലാം കഴിഞ്ഞപ്പോ ഈ ഭീകരത കഴിഞ്ഞാൽ കേരളം നമ്പർ 1 ആയോ? എന്താണ് സാർ കൂട്ടിച്ചേർക്കാനുള്ളത്? ഈ കോഴി, എനിക്ക് തോന്നുന്നു എന്റെ തൊട്ടടുത്തിന് 3 കോഴിക്കടയുണ്ട്. ഒരു ദിവസം ഒരു കോഴിക്കടയിൽ ഏകദേശം 200-300 കോഴികളെ വെട്ടുന്നുണ്ട്. കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാൻ കാരണം ഇവിടെ എന്റെ 5-6 പട്ടികളുണ്ട്. അവർക്ക് ഈ കോഴിക്കാരാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ എത്ര കോഴി വെട്ടുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതില് ബൈജു ഏറ്റവും വലിയ പ്രശ്നം വെച്ചാല് ഈ ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നേർധാരയിലുള്ള സംസ്കാരമല്ല. ഇപ്പൊ ഞാൻ വയനാട്ടുകാരനാണ്. ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് പണിയരുടെ ദൈവം വേറെയാണ്. ഒരു മരവും ആ മരത്തിനകത്ത് കല്ലും അവിടെ കുറച്ച് കുങ്കുമവും മഞ്ഞളും ധരിച്ചിട്ട് വർഷത്തിൽ ഒരിക്കൽ ഉറഞ്ഞു തുള്ളി പറയുന്നതാണ് പണിയരുടെ രീതി. അതല്ല കുറിച്യരുടെ രീതി. അവർ കൃഷ്ണഭക്തന്മാരാണ്. ഇങ്ങനെ ഭിന്നങ്ങളായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ഇവിടേക്ക് പോവാം. കണ്ണൂര് പോയി കഴിഞ്ഞാൽ അവിടെ തെയ്യങ്ങളാണ്. തെയ്യം കെട്ടി ആടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പൊട്ടൻ തെയ്യത്തിന് കോഴി ഇല്ലാണ്ട് പൊട്ടൻ തെയ്യം നടക്കില്ല. പൊട്ടൻ തെയ്യത്തിന് കോഴി വെട്ടിയിട്ട്, ഞാന് ആദ്യമായിട്ട് അറിയുന്നത് എന്നെ കണ്ണൂരിൽ കോഴിക്കറി ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും എന്താ ഈ കോഴിക്കറി, വലിയ എന്തോ സെറ്റപ്പാണെന്നാണ്. സംഭവം എന്താണ്, ഒരു കോഴിയാണ് വെട്ടുന്നത്. ഒരു കോഴിയെ വെട്ടിയിട്ട് 500 പേർക്ക് അത് പ്രസാദമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ രീതി അങ്ങനെയാണ്. അത് കോഴിക്ക് വലിയ ഇന്ന് കോഴി വെട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കോഴിയാണ് വെട്ടുന്നത്. ഇങ്ങനെ ഭിന്നങ്ങളായിട്ട്, അതിപ്പോ നമ്മൾ കേരളത്തിൽ തന്നെ ഹിന്ദു വിഭാഗത്തിന് കുറിച്യര്, കുറുമര്, പണിയര്, നായ്ക്കര് ഇങ്ങനെ തുടങ്ങി അങ്ങ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തന്നെ ഉപജാതി വിഭാഗങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങൾ ഇവിടുത്തെ സമൂഹത്തിന് അറിയില്ല. അതല്ലെങ്കിൽ ഹിന്ദു നേതൃത്വത്തിന് പോലും അറിയാത്ത. ഞാനിപ്പം ഒരാളോട് ചോദിക്കുക എന്താണ് കുറിച്യ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനം എന്ന് വെച്ചാൽ അവർക്കറിയില്ല. കാരണം ഇത് രേഖപ്പെടുത്തിയിട്ടില്ല, ഇത് മനസ്സിലാക്കിയിട്ടില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഭിന്നങ്ങളായിട്ട് അത് സാധാരണഗതിയിൽ വേണ്ടുന്നതാണ്. ഭാരതത്തിന്റെ മൊത്തം ഭിന്നങ്ങളായിട്ടുള്ള ഭിന്നാചാരങ്ങള്, ആ ആചാരങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണ്ടതാണ്. ഇപ്പൊ എന്തിനാ പറയുന്നത്? ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ തന്നെ, ഇപ്പൊ ശിവക്ഷേത്രത്തിൽ പോയാൽ എന്ത് ചെയ്യണമെന്ന് ഹിന്ദുവിന് അറിയില്ല, ദേവീക്ഷേത്രത്തിൽ പോയാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഈ ഒരു ചെറിയ അറിവ് പോലും ആരും പകർന്നു നൽകിയിട്ടില്ല. എന്തിനാണ് മറ്റേ ഗുരുതി, ഇപ്പൊ ഗുരുതി നടക്കുന്നത്? ഇപ്പൊ ഹിന്ദുവിന്റെ ഗുരുതി എങ്ങനെയാ? കുമ്പളങ്ങിയെ വെട്ടിയിട്ടാണ് ഹിന്ദു ഗുരുതി നടത്തുന്നത്. കോഴിയെ വെട്ടേണ്ടടുത്താണ് ഇപ്പൊ കുമ്പളങ്ങിയെ വെട്ടിയത്. അത് ഈ പറയുന്ന ഗവൺമെന്റിന്റെ നിയമം വന്നതിന് ശേഷം കോഴിക്ക് പകരം കുമ്പളങ്ങിയെ വെട്ടിയിട്ടാണ് അവരുടെ ഇത്. ഈ ശാക്തേയ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. കുടുംബങ്ങളിൽ ഇപ്പൊ ഓരോ കുടുംബത്തിനും ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ കോഴി വെട്ടുക. വർഷത്തിൽ ഒരു കോഴിയായിട്ടാ വെട്ടുന്നത്. വർഷത്തിൽ ഒരു കോഴിയെ വെട്ടിയിട്ട് അവര് അവിടെ ശാക്തേയ രൂപമായിരിക്കും, ഒന്നിൽ കാളിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപങ്ങളാണ്. ആ രൂപങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത്. ഇപ്പൊ മുത്തപ്പനാണെങ്കിൽ കള്ള് നിർബന്ധമാണ്. മുത്തപ്പന് കള്ള് വെക്കും. മുത്തപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലത്ത് കള്ള് വെക്കും. ഈ ഒരു കുപ്പി കള്ള്, തെങ്ങും കള്ള് എടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് തുള്ളി ഇങ്ങനെ പ്രസാദമായിട്ട് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ദുരാചാരം എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഭിന്നങ്ങളായി നിൽക്കുന്ന സംസ്കാരം, ആ സംസ്കാരം ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പന്നത. ഭിന്ന സംസ്കാരം എന്നുള്ളത് രാജ്യത്തിന്റെ സമ്പന്നത. ഇപ്പൊ നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ കഥകളി, ഓട്ടംതുള്ളല് എന്ന് തുടങ്ങി തെയ്യക്കോലങ്ങള്, പിന്നെ ഈ ഭിന്നങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് രൂപങ്ങളും ആയിരക്കണക്കിന് ആഘോഷങ്ങളുമുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അത് തന്നെയാണ് ആ കേരളത്തിന് ഭംഗി കൂട്ടുന്നതും ലോകത്ത് മുഴുവനും കേരളത്തിലേക്ക് ആകർഷിക്കുന്നതും ഈ ഭിന്ന സ്വരൂപങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ സങ്കടം, ഞാൻ കഴിഞ്ഞ വർഷം ആദ്യം ഞാൻ വയനാട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെ ഒരു പണിയ കോളനിയിൽ പോയി. കാടിനോടത്ത് ഏകദേശം 100 കുടുംബങ്ങളുണ്ട് അവിടെ. ആ 100 കുടുംബങ്ങളിൽ 1 or 2 കുടുംബം ഒഴികെ ബാക്കി എല്ലാവരും പെന്തക്കോസ്തിൽ ചേർന്നിരിക്കുന്നു. 98% പെന്തക്കോസ്തിൽ ചേർന്നിരിക്കുന്നു. ഞാൻ ആ ചെറുപ്പക്കാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പൊ ഞങ്ങളതൊന്നും ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ഇതില്ല, മറ്റേ ഉറഞ്ഞു തുള്ളലില്ല, ഒന്നുമില്ല, എല്ലാവരും പോയി. സംഭവം എന്താണ്? ഇതൊക്കെ ദുരാചാരം എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് മാറ്റിക്കളഞ്ഞപ്പം അവന്റെ അസ്തിത്വം, അവന്റെ സ്വത്വം പോയി. പിന്നെ അവന് ആരായാലും എന്താ, പെന്തക്കോസ്തായാലും എന്താ, മറ്റേ മാപ്പിളയായാലും എന്താ, ഒരു കുഴപ്പമില്ലെന്നേ. കാരണം അവൻ വിശ്വസിച്ചിരുന്ന രീതിയിൽ നിന്ന് അവനെ അങ്ങ് മാറ്റുമ്പോൾ പിന്നെ അവന് ഐഡന്റിറ്റി ഇല്ല, അവന് എന്തിനും ചേരാം. ഇത് ദോഷമാണെങ്കിൽ എന്നാ പിന്നെ നല്ലതിലേക്ക് പോകും, അത് നല്ലതെന്നല്ലേ. അത് ഒന്നിനെ നിരാകരിക്കുമ്പോൾ മറ്റേതല്ലേ നല്ലത്. ഇപ്പൊ ഹിന്ദു മോശം, അപ്പൊ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ? ക്രിസ്ത്യാനിയും മുസ്ലിമും ആണ്. അതിലേതാ ബെറ്റർ? അവൻ അങ്ങോട്ടാ പോവുക. അപ്പൊ അങ്ങനെ ഈ പറയുന്ന നമ്മൾ പറയുന്ന ചണ്ടാളബാബ പറയുന്ന പോലെ താഴേക്കിടയിലുള്ള മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മതപരിവർത്തനത്തിന് ഭാഗമായിട്ടുള്ളത്. ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് ആ സമൂഹം ഇല്ല. നമ്മൾ പറയുന്നത് തനത് സ്വരൂപങ്ങൾ ഇല്ലാതെ ആയിപ്പോയി. അവര് പേരിൽ മാത്രമേ ഉള്ളൂ ചാത്തനും ഇത്. പക്ഷെ അവരുള്ളിൽ പലപ്പോഴും പെന്തക്കോസ്തുകാരനാണ് പേര്. കാരണം അവന് ആനുകൂല്യം കിട്ടാൻ വേണ്ടി ആ പേരിൽ മാത്രം അവൻ നിലനിൽക്കുകയും ബാക്കി ഉള്ളില് കുരിശ് വരയ്ക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി മാറിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്നത് അവരുടെ ഏറ്റവും ഉദാഹരണം, ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു ജനവിഭാഗത്തിന്, ഒരു ഗോത്ര വിഭാഗത്തിന് അവര് വളർന്നു വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരില്ല. അവരുടെ സ്വത്വബോധം നശിച്ചു കഴിഞ്ഞാൽ അവരുണ്ടാവില്ല. ഇന്ന് കേരളത്തിൽ ഞാൻ BJP-യിൽ വന്നപ്പോൾ ആദ്യം ഞാൻ സംസാരിച്ചത് ഇവിടുത്തെ BJP നേതാക്കളോട്, കേരളത്തിന് ക്ഷേത്ര കലകൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്. ഏത് അമ്പലത്തിൽ കൊട്ടുന്നത് മുതല് തെയ്യം കെട്ടുന്നവർ തുടങ്ങി ക്ഷേത്ര അതിൽപ്പെടുന്നതാണ് കഥകളിയും ഈ പറയുന്ന കുച്ചിപ്പുടിയും മറ്റേ ഭരതനാട്യവും മറ്റേ ഓട്ടംതുള്ളലും ഒക്കെ ഉൾപ്പെടുന്ന ഇത്രയധികം ക്ഷേത്ര അതൊക്കെ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്ഷേത്ര കലകള്. ഇപ്പൊ പറകൊട്ട് എന്ന് തുടങ്ങി ഉപകരണങ്ങളുടെ വേറെ, ഇങ്ങനെ ഭിന്നങ്ങളായി നിൽക്കുന്ന വലിയൊരു സമൂഹം കേരളത്തിലുണ്ട്. ഇവരെയൊന്നും ഏകോപിപ്പിച്ച് അവരുടെ തനത്, ഞാൻ സുരേഷ് ഗോപിയോടും പറഞ്ഞു, ഇനി അത് ബാക്കി വെക്കില്ല. അവരുടെ സംസ്കാരം ഏകദേശം തീർന്നു, ഭാഷ തീർന്നു. ഇപ്പൊ കേരളത്തിലെ ആഫ്രിക്ക എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അത് വയനാട്ടിലെ ഭിന്നങ്ങളായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, കുറുമര്, കുറിച്ചേര്, പറയര്, പുലേര്, ഇങ്ങനെ തുടങ്ങി അവിടെ നിന്ന് കംപ്ലീറ്റ് ഉള്ള ഈ നായ്ക്കന്മാര്, കൊറകന്മാര് വരെ. ഇന്ന് കൊറകന്മാര് വയനാട്ടിൽ ഇല്ല, അവര് പോയി കഴിഞ്ഞു. നായ്ക്കന്മാര് എനിക്ക് തോന്നുന്നു വിരലിലെണ്ണാവുന്ന നായ്ക്കന്മാരുള്ളൂ. പണിയ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ പറ്റിയത് അന്ന് പണ്ട് ഈ ഇത് വന്നല്ലോ, എന്താണ് നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് ഗാന്ധിയുടെ സമയത്ത് നിർബന്ധിതമായിട്ട് വന്ധ്യംകരണത്തിന്, അതായത് ഞാനന്ന് കുട്ടിയാ, ഇപ്പൊ ഞങ്ങളൊക്കെ ദിവസം പോയി കാണുന്നതാണ്. കാരണം എന്റെ സ്കൂളിന്റെ തൊട്ടടുത്താണ് ഈ ഹോസ്പിറ്റല്. അവിടെ 100 പേരെയൊക്കെ ഒരു ദിവസം വന്ധ്യംകരണം ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. അപ്പൊ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് സാരി മറച്ച് കെട്ടിയിട്ട് അവിടുന്ന് ഇത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് വിവാഹം കഴിക്കാത്തവരെ പോലും ഈ പറയുന്ന താഴെ വിഭാഗത്തിലുള്ള ആൾക്കാരെ ഒരു 100 രൂപയും ഒരു ബക്കറ്റും, ചുവന്ന ബക്കറ്റും കൊടുത്തുകൊണ്ട് വന്ധ്യംകരണം ചെയ്തിട്ടുണ്ട്. ഒരാളും സംസാരിച്ചിട്ടില്ല. ആ സമുദായം ഇന്ന് വളരെ കുറച്ച് ഗോത്രങ്ങളേ ഉള്ളൂ, ബാക്കിയൊക്കെ തകർന്നു, ഇല്ലാണ്ടായി. അപ്പൊ അതിന് ഒരു രസം എനിക്ക് തോന്നിയിട്ടുള്ളത്, അവര് വൈകുന്നേരങ്ങൾ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് തുടിയുടെ താളത്തില് നൃത്തം ചെയ്യുന്നവരെയുണ്ട്.
ഇന്ന് തുടിയില്ല. ഒരു കുടില് കുടിയില്ല, കുടി മാത്രമേ ഉള്ളൂ. ഇത് വൈകുന്നേരം ആകുമ്പോൾ ബാറിൽ പോയിട്ട് വെള്ളമടിച്ച് മൂലയ്ക്ക് കിടക്കുക. അവിടെ കൾച്ചറേ ഇല്ലണ്ട. ഇപ്പൊ ആകെ കൂടി ഈ ആഘോഷത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന പണിയ നൃത്തങ്ങൾ ഇങ്ങനെയുള്ളൂ. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പരിരക്ഷിക്കേണ്ടുന്ന പല കാര്യങ്ങളും ഇല്ലാതായി പോയി. കാരണം അവന്റെ ആചാരം ഇല്ലാണ്ടാക്കിയാൽ അവനില്ലാണ്ടായി. ഇന്നിപ്പോ ബ്രാഹ്മണനാണോ നായർ എന്ന് വെച്ചാൽ നായർക്ക് അറിയില്ല എന്താന്ന്, ബ്രാഹ്മണൻ എന്ന് വെച്ചാലോ അതും അറിയില്ല. ഒന്നും അറിയാതെ ഈ നമ്മുടെ സനാതനിയും അല്ല, ഒന്നും അല്ലാതെ എന്താണെന്ന് തിരിച്ചറിയാത്ത ഭിന്നങ്ങളായിട്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ലീഗുകാർ പറയുന്നത്, അല്ല മറ്റേ തീവ്രവാദികൾ പറയുന്നത് ഇവിടെ ഹിന്ദു ഇല്ലെന്നേ. നായരും ബ്രാഹ്മണനും പുലേനും പറയനുമാണ്, ഇവിടെ ഹിന്ദു ഇല്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന ആ ഹിന്ദുത്വത്തിന്റെ ഭിന്നങ്ങളായിട്ടുള്ള ആചാര അനുഷ്ഠാന രീതികൾ സംരക്ഷിക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് ഭിന്നമായിട്ട് നിൽക്കുന്നത്. അപ്പോഴും നമുക്കറിയില്ല ഈ ഏത് വഴിക്കാണ് പോകുന്നത്. ഒരു രേഖയില്ല, നമുക്ക് ഒരു പഠന രേഖയില്ല. ഇപ്പൊ എനിക്ക് ബാക്കി എന്തും കിട്ടും. ഷിയ എന്താണ്, സുന്നി എന്താണ്, അവർക്കും ആചാരങ്ങൾ വ്യത്യാസമുണ്ട്. നെഞ്ചിൽ കൈ കിട്ടുന്നവരുണ്ട്, വയറ്റിൽ കൈ കിട്ടുന്നവരുണ്ട്, രണ്ടും അല്ലാത്തത് കൈ കിട്ടുന്നവരുണ്ട്. ഇങ്ങനെ ഭിന്നങ്ങളായിട്ട് നിൽക്കണം ഇസ്ലാമിക വിഭാഗം. ക്രിസ്ത്യൻസിനും അതേപോലെ എത്ര വിഭാഗങ്ങളുണ്ട്. പക്ഷെ അവരുടെ ആചാരങ്ങളൊന്നും ഇതുവരെ മാറ്റപ്പെട്ടിട്ടില്ല. ഓരോ ഗോത്രത്തിനും RCയുടെ ആചാരമല്ല ജേക്കബൈറ്റ്സിന്, LCക്ക് അതല്ല. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ കുർബാന രീതിയോ അവരുടെ ചടങ്ങുകളോ ഇതുവരെ മാറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഹിന്ദുവിൻ്റെത് മാത്രം മാറ്റി ഹിന്ദു എന്ന് പറയുന്നതിൽ ഈ ഭിന്ന വിഭാഗങ്ങൾ ഇല്ലാതെ പോയി. അവര് വേറെ എന്തൊക്കെയായി. അപ്പൊ ഹിന്ദു, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഹിന്ദു ഒന്നാവാത്തത്. നമ്മൾ പറയും ഒന്നായാൽ നന്നായി. ഹിന്ദു ഒന്നാവേണ്ടത് എങ്ങനെയാണ്? നായര് വാല് മുറിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ വാല് മുറിച്ചിട്ടോ ചണ്ടാള ബാബ പൂണൂലിട്ടിട്ടോ അല്ല ഹിന്ദു ഒന്നാവേണ്ടത്. ആ ഗോത്ര മഹിമയും ആ ആചാര അനുഷ്ഠാനങ്ങളും നിലനിർത്തിക്കൊണ്ട് ഒരു ധാരയിലേക്ക് വരണ്ടേ. അതാണ് പ്രശ്നം. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഹിന്ദു. ഈ കോഴിവെട്ടും ഈ പറയുന്ന എന്താണ് മറ്റേ ഉറച്ച് ഒക്കെ ഉള്ളതാണ് ഹിന്ദു. അതെല്ലാം കൂടി ഒരുമിച്ച് വാരിയെടുത്താൽ എങ്ങനെയാണോ ഭിന്നങ്ങളായിട്ടുള്ള വൈഡൂര്യങ്ങൾ, പച്ച വൈഡൂര്യം, ചുവന്ന വൈഡൂര്യം, വെളുത്തത്, കറുത്തത്, ഇങ്ങനെയൊക്കെ വാരിയെടുക്കാവുന്ന ഭിന്നങ്ങളായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള സംസ്കാരമാണ്. അതിൽ അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം മനുഷ്യനെ തലവെട്ടണമെന്ന് ഒരാൾ പറഞ്ഞാൽ ശരി, അത് സമ്മതിക്കില്ല. പക്ഷെ ഒരു കോഴിവെട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ കോഴിവെട്ട് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഇവിടെ എന്ത് ചടങ്ങിനും ഒരു കോഴിയെ വെട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഞാൻ മുസ്ലിമായിരുന്നപ്പോ അതിന്റെ ഭാഗമാണ് കോഴിവെട്ട്. അവരുടെ നേർച്ചയാണെങ്കിൽ കോഴിവെട്ടും, അല്ലെങ്കിൽ ആടിനെ വെട്ടും. ഒരു ആടിനെ വെട്ടിയിട്ട് നെയ്ച്ചോറും ആടും കൊടുക്കുന്നതാണ് ഒരു നേർച്ച. അവരുടെ നേർച്ച എന്നാ പറയാ. ഈ നേർച്ചയിൽ എല്ലാം ഉണ്ട്, എല്ലാ വെട്ടലും ഉണ്ട്. പക്ഷെ ഈ നേർച്ചയിലെ വെട്ടൽ ഇവര് കാണുന്നില്ല. ഹൈക്കോടതിയിൽ നമ്മൾ പറയും, ബാബാജി ഹൈക്കോടതി എന്താ പറയേണ്ടത്? ഒന്നുകിൽ ഹൈക്കോടതി ഇത് മൊത്തം നിരോധിക്കണം. മുസ്ലിങ്ങൾക്ക് വെട്ടാമെങ്കിൽ ഞങ്ങൾക്കും വെട്ടാം, അതാണല്ലോ റൈറ്റ്. ഒരു രാജ്യത്ത് രണ്ട് നിയമം പാടില്ല. മുസ്ലിങ്ങൾക്ക് വലിയ പെരുന്നാളിന് ഈ പറയുന്ന മൂരിനെയും ആടിനെയും പശുവിനെയും ഒക്കെ വെട്ടാമെങ്കിൽ ഞങ്ങൾക്കൊരു കോഴിയെ വെട്ടാം. അതായത് EMS നമ്പൂതിരിപ്പാട് നടപ്പിലാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിക്കണ്ടേ? അതാണ് ആവശ്യം. അതല്ലെങ്കിൽ പറയാം, ഇന്ന് ഈ രാജ്യത്ത് ഇനി മുതൽ കോഴിയെ വെട്ടാൻ പാടില്ല. ഈ രാജ്യത്ത് മൊത്തം കോഴി വെട്ടാൻ പാടില്ല, മൊത്തം കള്ള് വെക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം വന്നാൽ എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതങ്ങനെയല്ല. മറ്റുള്ളവരുടെ ആചാരങ്ങളാവാം, ഓത്ത് നടത്താം, അവർക്ക് ബ്രാഹ്മണന്റെ ആചാരങ്ങൾ കീപ്പ് ചെയ്യാം. അപ്പൊ ഈ ശാക്തേയന് അവന്റെ ആചാരങ്ങൾ കീപ്പ് ചെയ്യാൻ പാടില്ല. ഭിന്നമല്ലേ? അപ്പൊ ഒന്നിനെ മാറ്റിയിട്ട് ഒന്നിനെ നിലനിർത്തിയിട്ട് കാര്യം. അപ്പം തന്നെ ഈ പറയുന്ന ക്ലാഷ് ഉണ്ടാവും. ബാബാജി പറയുന്ന ക്ലാഷ് അവിടെയാണ്. എന്റെ അടുത്ത്, ഞാനിപ്പം ഇസ്ലാം മതം വിട്ടിട്ട് ഹിന്ദു മതത്തിൽ വന്നാണ്, എന്റെ അടുത്ത് ചോദിക്കുന്നത് നീ ഏത് ജാതിയാണെന്ന് ചോദിക്കുന്നത്. എനിക്ക് പറയാൻ ജാതിയില്ല. അപ്പൊ ബാബാജി എന്നെ കൂട്ടുകയാണെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ കൂടെ എനിക്ക് അത് ബുദ്ധിമുട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് പരേനും പുലേനും ഒക്കെ ഹിന്ദുവിന്റെ ഭാഗമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. കാരണം അതിന് ഭിന്നങ്ങളായി കണ്ടവരെ ഞാൻ ഹിന്ദു അല്ലല്ലോ. ഇതിനൊക്കെ ഭിന്നങ്ങളായി കാണുന്നവൻ ആരാണ്? അവൻ ഹിന്ദു അല്ല. ഇതിനൊക്കെ ഒരുമിച്ച് നിന്ന് ചോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന കുങ്കുമവും മഞ്ഞളും
ഈ പറയുന്ന കർപ്പൂരവും ചന്ദനവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഹൈന്ദവ ധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹം. ഇതിന് ഒന്നിനെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഇതില്ലാതെ പോകും. ഇത് കൃത്യമായിട്ട് അറിയുന്നവരാണ് ബ്രിട്ടീഷുകാരിൽ തുടങ്ങി. ഒരു കാര്യം ആലോചിക്കും, നമ്മുടെ ഒക്കെ ഭാരതത്തിന്റെ വ്യവസ്ഥയിൽ എവിടെ, ഞാൻ ഇന്ന് അതാ നോക്കിയത്, നീ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അടിമ വ്യവസ്ഥ ഉണ്ടാവാത്ത ഒറ്റ രാജ്യമാണ് ഭാരതം. നമ്മുടെ പുരാണങ്ങളിലോ കഥകളിലോ എവിടെയും അടിമയില്ല. ആ അടിമ വ്യവസ്ഥ വരുന്നത് മുഗളന്മാരും ബ്രിട്ടീഷുകാരും വരുന്നതോടെയാണ് അടിമ വ്യവസ്ഥ ഭാരതത്തിൽ വരുന്നത്. അതിന്റെ മുന്നിലുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഈ അടിമ വ്യവസ്ഥയെ തൊട്ടുകൂടായ്മ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ചാതുർവർണ്ണ്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തൊട്ടുകൂടായ്മ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രാമായണമൊക്കെ വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇത് പഠിക്കുമ്പം ഇതിൽ എന്താണ് ചാതുർവർണ്ണ്യം ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. കാരണം ഒരുമിച്ചാ കള്ളു കുടിച്ചത്. അപ്പച്ചിക്കറിയാലോ, രാമായണത്തില് സ്ഥാപിച്ചയുടെ വീട്ടിൽ പോയി മനുഷ്യന് ഇണ കൊടുത്തു, കുതിരയ്ക്ക് വരെ ഇണ കൊടുത്തു, ഒരുമിച്ച് രമിച്ച് കള്ളു കുടിച്ചിട്ടുണ്ട്. ഇതിനെന്തിനു നിഷേധിക്കുന്നത്? അയ്യോ കള്ളു കുടിക്കില്ല, ഇത് കള്ളു കുടിക്കില്ല, ഇതൊന്നും വെറുതെയാണത്. ക്ഷത്രിയന് കള്ളു കുടിക്കാന്നേ, ഇപ്പൊ മറ്റേ മലയില് കള്ളു കുടിക്കാന്നേ, ബ്രാഹ്മണൻ വേണ്ട കുടിക്കണ്ട, ബ്രാഹ്മണൻ മാംസം കഴിക്കണ്ട, അത് കഴിക്കുന്നവര് കഴിച്ചോട്ടെ. ഇപ്പം പശ്ചിമ ബംഗാളില് എനിക്ക് തോന്നുന്നു അവിടെ ബ്രാഹ്മണന് മീൻ കഴിക്കാലോ, അവിടെ മീൻ കഴിക്കും. ഇതൊക്കെ വ്യത്യസ്ത. അപ്പൊ ആ വ്യത്യസ്തത നിലനിൽക്കുമ്പോഴാണ് ഹിന്ദു ആവുന്നത്, ഹിന്ദു ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ പറയുന്നത്, ഒരു ആര്യ സമാജം മാത്രം മതി, ബാക്കി എല്ലാം നിരാകരിക്കുക, എന്നിട്ട് വേദങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പം പിന്നെ ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് മറ്റുള്ളൊരു ഈ നമുക്കെതിരായിട്ട് വരുന്നതും സംസാരിക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നതും. ഇത് ഒന്ന് തിരിച്ച് ആലോചിക്കേണ്ട സമയമായി, ഈ നാനാത്വത്തിന്റെ ഒരു ഏകത്വം ഉണ്ടാവേണ്ട സമയമായി. നമ്മൾ ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ ഈ പറയും പോലെ ദുരാചാരങ്ങൾ എനിക്ക് മാത്രമല്ല. ക്രിസ്മസിന് പന്നീനെ മുറിക്കുവോ? പന്നിയെ കൊല്ലും അല്ലേ? ഒരു ക്രിസ്മസ് ഉണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പന്നിയെ കൊല്ലും. അവർക്ക് പന്നിയാണ് ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷ ദിവസത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഈ രാജ്യത്ത് പശുവിനെ അറക്കാം, എല്ലാത്തിനെയും കൊല്ലാം, മാംസം ഭക്ഷിക്കാം. എന്നാ പിന്നെ ബാബയ്ക്ക് ദേവിയുടെ മുമ്പിൽ ഒരു കോഴി നടത്തുന്നതിന് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? തൂക്കം നടത്തുന്നതിന് എന്താ പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ചെറുനാരങ്ങ ഈ തല വെട്ടി മുളക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ഒരു ചെറുനാരങ്ങ തൂക്കിയാൽ എന്താ പ്രശ്നം? ഒരു കുപ്പി കള്ളു വെച്ചാൽ എന്താ പ്രശ്നം? ഇപ്പൊ ഈ ആഘോഷങ്ങളൊക്കെ അവനവന്റെ വീട്ടിൽ പോലും വൈകുന്നേരങ്ങൾ കള്ളിൽ നിരത്തി വെച്ചിട്ട് കള്ളു കുടിക്കുന്ന ഒരു സമൂഹത്തിനോട് പറയുന്നത് അയ്യോ കള്ളു ദൈവത്തിന് കള്ളു വെക്കരുതെന്ന്. വീട്ടിൽ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ചിക്കൻ കഴിക്കുന്ന അയ്യോ കോഴിയെ വെട്ടരുത്. ഈ സഖാക്കന്മാരൊക്കെ കോഴിയെ അല്ലാണ്ട് വേറെ വല്ലതും കൊടുത്താൽ പച്ചക്കറി കൊടുത്താൽ തെറി പറയും. അപ്പൊ ഇതിന് ഈ പറയുന്ന ബാബാജി പറയുന്ന പോലെ ഭിന്നമായി നിൽക്കുന്ന സമൂഹത്തിന്റെ ഭിന്ന ആചാരങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ഭരണഘടന മുന്നോട്ട് പോകണം. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ ബാബാജി പറഞ്ഞാൽ അത് ഒരു വർണ്ണത്തിന്റെ മാത്രം ഭാഗമല്ല, നാനാവർണ്ണത്തിന്റെയും ഭാഗമായിട്ടുള്ളത് തന്നെയാണ് ഹിന്ദു. ആ രീതിയിൽ തന്നെ കണക്കാം. ഇനി മറ്റൊന്ന്, കോടതിക്ക് എന്ത് നിയമം അറിയാം? കോടതി ഇപ്പൊ ഇന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു കോടതിയിൽ വരുന്ന ജഡ്ജിന് ഇവിടുത്തെ സാമാന്യമായിട്ടുള്ള 3 മതങ്ങളുടെ ഗ്രന്ഥങ്ങളെങ്കിലും വായിച്ചിരിക്കണം. വേണ്ടേ? 3 മതങ്ങൾ, ഏറ്റവും കൂടുതൽ 3 മതങ്ങൾ പറയാം, ജൈന ബുദ്ധ വിട്, അതും വേണം. ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, ക്രിസ്ത്യൻ മതം, ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളെ കുറിച്ചും ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചും ഒരു പേപ്പർ ഇന്ന് പഠിക്കുന്നുണ്ടോ ജഡ്ജി? പിന്നെ ഈ ജഡ്ജി എങ്ങനെ ജഡ്ജി ചെയ്യാം? ഭാരതം എന്ന് പറഞ്ഞ നാനാ വിധത്തിലുള്ള ആചാരങ്ങളുണ്ട്. ഈ ജഡ്ജിക്ക് എന്തറിയാം ഹിന്ദുവിന്റെ ആചാരങ്ങൾ? ബ്രാഹ്മണ തത്വങ്ങൾ അറിയോ? ഇസ്ലാമിന്റെ ഖുർആനും ഹദീസും വായിക്കുന്നുണ്ടോ? അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും, നടപടി എടുക്കാൻ പറ്റും. അദ്ദേഹം പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അറിയുന്നത് കോഴി വിട്ട് മാത്രമേ മോശമായിട്ടുള്ള കാര്യമുള്ളൂ. ആനയെ ഒരുമിച്ച് നിർത്തുന്ന മാത്രമേ ജഡ്ജിക്ക് വിഷമമായിട്ട് തോന്നുള്ളൂ. കാരണം മറ്റു മതങ്ങൾ ആചാരങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഒരു ജഡ്ജിയായിട്ട് വരുന്ന ആൾക്ക് പോലും ഈ ഭാരതത്തിന്റെ ഭിന്ന സംസ്കാരങ്ങളെ അറിയാതെയാണ് ജഡ്ജിമെന്റ് നടത്തുന്നത്. ഒരു പേപ്പർ വേണ്ടേ? അത് പഠിക്കുന്നില്ല. ഒരു മതവും പഠിക്കാതെ
വന്നിട്ട് അദ്ദേഹം എത്തിസ്റ്റ് ആണെങ്കിൽ ആ എത്തിസ്റ്റിന്റെ ധാരണയിലാണ് വിധി പറയുന്നത്. അദ്ദേഹം ക്രിസ്ത്യാനി ആണെങ്കിൽ ആ അദ്ദേഹം ക്രിസ്ത്യൻ ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, മറ്റ് ഭിന്ന മതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല. ആ ധാരണയിൽ അയാൾ ജീവിച്ച ധാരണയിൽ വെച്ചിട്ടാണ് ജഡ്ജി വിധി പറയുന്നത് മതപരമായ കാര്യത്തിൽ. അപ്പൊ മതപരമായ കാര്യത്തിൽ ആ മതസമൂഹത്തോട് ചോദിക്കാനുള്ള ബാധ്യത കോടതിക്കുണ്ട്. കോടതി ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ബാബയെ എന്തിനു അറസ്റ്റ് ചെയ്തതെന്ന് ബാബയുടെ ആചാരക്രമങ്ങൾ എന്താണെന്ന് അറിയാനും അതിന്റെ ബാബയുടെ ആ വിഭാഗത്തെ വിളിച്ച് ഒരു കേൾക്കാനും കോടതി തയ്യാറാവണ്ടേ? കോടതി തയ്യാറായിട്ടില്ല. ഇത് തന്നെയാണ് പ്രശ്നം. കോടതിക്ക് അറിയില്ല. കോടതിയുടെ കാരണം എന്താണ് പൂണൂലെന്നോ അല്ലെങ്കിൽ എന്താണ് ബാബാജിയുടെ ആചാരക്രമങ്ങൾ എന്താണെന്ന് കോടതിക്ക് അറിയില്ല. അപ്പൊ കോടതിക്ക് തോന്നിയ പോലെ വിധി പറയുന്നു. ഇത് സമൂഹം ശ്രദ്ധിക്കുകയും ഇങ്ങനെയുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ബാധ്യത ആർക്കുണ്ട്? ഹിന്ദുക്കൾക്കാണ്. അത് ഈ പറയുന്ന ഈ രാഷ്ട്രീയം പറഞ്ഞാല് സ്വാമിജി ബാബാജി അതിന് അവിടെ നായരും ഈഴവനും ഇപ്പോഴും നല്ല കുത്ത അങ്ങോട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെ നല്ല കുത്ത. അവിടെ ഈ രാഷ്ട്രീയത്തിനുള്ള എന്താണ് ജാതി വേറെ എവിടെയില്ല കേട്ടോ. എന്റെ ചുറ്റുപാട് പോലും ഇല്ല. രാഷ്ട്രീയത്തിലാണ് ജാതി ഉള്ളത്. അവരാണ് ജാതിനെ വളർത്തുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ ബാബാജിയുടെ കൂടെയാണ്. നന്നായിട്ട് ജാതി ഇല്ല എന്ന് പറഞ്ഞ് പുറത്ത് പ്രസംഗിക്കുന്നവരാണ് അകത്ത് ജാതി മുഴുവൻ കൊണ്ടു കിടക്കുന്നത്. ഇത് മാറണമെങ്കിൽ രാഷ്ട്രീയത്തിനും ഈ പറയുന്ന അവബോധം ഉണ്ടാവണം. ഓക്കെ ബാബാജി, എങ്ങനെയാണ് ബാക്കി കൂട്ടിച്ചേർക്കാനുള്ള അങ്ങയുടെ ആ എക്സ്പീരിയൻസ് അടക്കം പറഞ്ഞോളൂ. 20 മിനിറ്റ് വരെ ഉണ്ട്. അങ്ങ് പറഞ്ഞ സമയം കഴിഞ്ഞോ തോന്നുന്നു. എന്തായാലും 20 ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് ഇപ്പൊ നമ്മൾ അങ്ങയുടെ ഇന്നത്തെ ചർച്ച ഇങ്ങനെ വെച്ചിരിക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ തന്നെ ഹൈന്ദവരുടെ ആചാരങ്ങൾ ദുരാചാരമായും മറ്റുള്ളവരുടെ എന്ത് ദുരാചാരം വരുന്ന ആചാരമായിട്ടും കാണുന്ന സർക്കാർ സംവിധാനങ്ങളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ നിൽക്കുന്ന ആ ഒരു ചുറ്റുപാട്, അതാണ് അങ്ങനെ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്ന ചർച്ചയുടെ വിഷയമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഹിന്ദു സംസ്കൃതിക്ക് നേരെ മാത്രം ഒരു ദുരാചാരം എന്ന രീതിയിലുള്ള ഒരു ഇത് വെച്ചുകൊണ്ട് കോടതിയാവട്ടെ മറ്റുള്ളവരെ വെച്ചുകൊണ്ട് നിയമം കൊണ്ട് മറ്റുള്ളവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതിന് കാരണം, അതിന്റെ പ്രധാന കാരണം ഇവിടെ തന്നെയാണ്, ഈ ഹിന്ദു സംസ്കൃതിയിൽ തന്നെയാണ് എന്ന് നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് കൂടി ബോധ്യപ്പെടാനാണ് പറഞ്ഞത്. ആരെയും ആക്ഷേപിക്കുക എന്നല്ല. രാജജയരഞ്ജനെ പറഞ്ഞു സന്യാസഭ സംഘടിപ്പിച്ച നസ്രാണി ആയിട്ടുള്ള ഒരാൾ ഹിന്ദു ആയതാണെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നസ്രാണിയോ നായരോ നമ്പൂരിയോ പുലയനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇരുളനോ എന്നുള്ളതല്ല വിഷയം. ഇവരെന്ത് പഠിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് രാമസിംഹൻജി പറഞ്ഞൊരു കാര്യം, ഹിന്ദുവിനെ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ അങ്ങേക്കറിയാം, ഇവിടെ നമ്മൾ ഈ പറയുന്ന കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അംഗീകാരമുള്ള ഒരു തന്ത്ര വിദ്യാപീഠം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഈ പുറത്തേക്ക് വന്നാൽ നമ്മൾ മാത്രം സ്ഥാപനമേ ഉള്ളൂ. ഇപ്പൊ അതിൽ ഈ ജാതി പറയുന്ന ബ്രാഹ്മണ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ആദിവാസി വരെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിഷയം എന്താ വെച്ചാൽ അവരവരുടെ കുലാചാരം കൂടി പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന ക്ഷേത്ര വിധാനം ബ്രാഹ്മണ ആചാരങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടിക്കോട് പറയുന്നത് മറ്റവന്റെ ആചാരം ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളുടെ ആചാരം ഇങ്ങനെയാണെന്നാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഇങ്ങനെ വൈവിധ്യങ്ങളോട് കൂടി ഹിന്ദു സംസ്കൃതിയെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കേന്ദ്രം ഇവിടെ ചണ്ടാളബാബ സ്ഥാപിച്ചത് തന്നെ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് പറയാം, തെളിവ് സഹിതം പറയാം. അപ്പൊ ഇപ്പൊ പാണന്റെയും പറയന്റെയും നായരുടെയും ഈ നമ്പൂതിരിയുടെയും ഇരുളന്റെയും അല്ലെങ്കിൽ കുറിച്ചന്റെയും ഒക്കെ ആചാരങ്ങൾ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആചാര കേന്ദ്രം ഇരിക്കെ ഇവിടെ നമ്മളെ കേൾക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് നേരത്തെ പറഞ്ഞു വന്നത്. ഇപ്പോ ബഹുമാന്യ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് പറഞ്ഞ സംസാരം കേൾക്കാമെന്നാണ്. അത് കേൾക്കുന്നില്ല എന്നൊരു പോരായ്മ വീണ്ടും പറയുന്നു. ഇന്ന് അംബേദ്കറുമായി വിഷയത്തിൽ പാർലമെന്റിൽ ഇരു സഭകളും അല്ലെങ്കിൽ ഇരു കൂട്ടരും അപ്പുറം നിന്നിട്ട് അംബേദ്കർ ജയിലിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നു, അന്ന് അംബേദ്കറെ കേൾക്കാത്ത ഹൈന്ദവർ എന്താണോ അനീതി പ്രവർത്തിച്ചത് അത് തന്നെയാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരു ചണ്ടാളബാബയോടും ഹിന്ദു സമൂഹം കാണിക്കുന്നത്. മറ്റു ഹൈന്ദവ ആചാര്യന്മാരെല്ലാം ഒരേ വിഷയം പഠിച്ചവരാണ്. ഈ പറയുന്ന നസ്രാണി ഹിന്ദു ആയാൽ അദ്ദേഹം ആര്യ സമാജത്തിൽ നിന്നാണ് വന്നിരിക്കുന്നേ. അദ്ദേഹത്തിന് എന്തറിയാം ഹിന്ദുവിനെ കുറിച്ച്? എന്താ ആര്യ സമാജത്തിന്റെ ഹിന്ദു? അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഈ പറയുന്ന നസ്രാണി സ്വാമി പറഞ്ഞ ഹിന്ദു സ്വാമി പറഞ്ഞ ചോദ്യം, നമുക്ക് എല്ലാ ഹിന്ദുക്കളെയും പച്ചക്കറി ആക്കിക്കൂടെ എന്ന് ചോദിച്ചത് പൂർവാശ്രമത്തിലെ നസ്രാണി അല്ല ചോദിക്കുന്നത്, ഈ പറയുന്ന ആശ്രമത്തിലെ ഹിന്ദു സന്യാസിയാ ചോദിക്കുന്നത് എല്ലാവരെയും പച്ചക്കറിയാക്കി കൂടെ എന്നുള്ളത്. അത്തരത്തിൽ ചോദിക്കുന്ന സന്യാസിമാരും ആചാര്യന്മാരെ പ്രശ്നം. മാങ്ങോട്ട് കാവ്, പാലക്കാട് മാങ്ങോട്ട് കാവിലെ മൂക്കൻ ചാത്തിന് കോഴിവെട്ട് ആചാരമാണ്. അത് നിർത്തലാക്കാൻ പോയത്
ബഹുമാന്യ കുമ്മന രാജശേഖരൻജി, സത്യാനന്ദ സരസ്വതി തിരുവടികളൊക്കെ എന്ന് വാർത്ത എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഇവര് എന്തിന് ഈ പറഞ്ഞ ഹിന്ദുവിനെ BJP-നെ കുറ്റം പറയാന്ന് തോന്നരുത്. ഇപ്പൊ തന്നെ നമ്മൾ നമ്പൂതിരിമാരുടെ ആചാരത്തിലെ സോമയാഗത്തിന്റെ ബലിയെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോ പ്രേക്ഷകർ പറയാം അങ്ങനെയൊന്നും അല്ല, അത് പശു അല്ല എന്ന്. ഇപ്പൊ എന്താ വെച്ചാൽ ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ വേദം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾ കുലാചാരത്തെ നിന്ദിക്കുന്നവരാണ്. ഈ പഠിപ്പിക്കുന്ന ആചാര്യൻ പോലും ശ്രീവിദ്യാസാധനയ്ക്ക് പോയിട്ട് പൂർണ്ണദീക്ഷ വാങ്ങാത്ത ആചാര്യനാണ്. അദ്ദേഹത്തെ കുറ്റം പറയല്ല, അദ്ദേഹത്തിന് അത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു സമ്പ്രദായത്തെ പൂർണ്ണമായി പഠിക്കണ്ടേ? വേദത്തെ നമ്മൾ ആദരിക്കുന്നു, പക്ഷെ വേദത്തെ പോലും വേദം പഠിച്ച് മീമാംസക്കാരനായിരിക്കുന്ന ഏർക്കര രാമൻ നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണിത്. ഇത് മലയാളത്തിൽ ലഭ്യമാണ്. ആ ഏർക്കര രാമൻ നമ്പൂതിരിപ്പാട് ഇവിടെ ജീവിച്ച 1898 തൊട്ട് 1983 വരെ ഇവിടെ ജീവിച്ച പുണ്യാത്മാരും മീമാംസയില് ആചാരക്രമത്തിൽ ജൈമിനീയമായ വൈദിക ആചാരക്രമത്തിൽ അഗ്രഗണ്യനാണ്. 75 നടന്ന പാഞ്ഞാളി യാഗം വരെ നടത്തിയത് അദ്ദേഹമാണ് മുഖ്യാചാര്യനായിട്ട്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് 40ാമത്തെ പേജിൽ, പശുവാലംബം എന്ന് പറഞ്ഞാൽ പശു തന്നെയാണ്, അത് ആടാണ്. പശു പറഞ്ഞാൽ ഗോ അല്ല, പശു എന്ന് പറഞ്ഞാൽ ആടാണ്, ഗോമേധത്തെ കുറിച്ചല്ല. അപ്പൊ അത് അദ്ദേഹം പറയാണ്. അതിൽ 80ാമത്തെ പേജിൽ പറയാണ് ഏതൊക്കെയാണ് പശുദേവതകൾ. അഗ്നിക്ക് ചാകം, ഇന്ദ്രന് ചാകം, സവിതാവിന് ചാകം, വിശ്വദേവ ചാകം, വരുണന് മേഷം. ഈ മേഷം എന്ന് പറയുന്നത് അങ്ങനെ. അപ്പൊ പെണ്ണാടും ആണാടും അതുപോലെ തന്നെ ഈ എന്താ നമ്മളെ മറ്റ് അങ്ങനെ വിവിധ തരം ആടുകൾ, ഈ ആടുകളൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോ ഇവിടെ ആര്യസമാജക്കാരനും മറ്റുള്ളവരിൽ നിന്ന് പുതിയ വേദം പഠിപ്പിക്കുന്ന ആളുകളും ചെയ്യുന്നതാ, ഈ കുലങ്ങളെ നശിപ്പിക്കുകയാണ്. കുലങ്ങളെ നശിപ്പിക്കുന്നതോടുകൂടി ഉണ്ടാകുന്നെന്താ, ഹിന്ദു നശിക്കുകയാണ്. കാരണം ഇപ്പൊ തന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു നമ്പൂതിരിയെ, ഈ പാണനെ പുലയനെ അല്ലെങ്കിൽ കൂടെ നമ്പൂരിയൊക്കെ നായര്, ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വടിയാണിത്. ഈ വടി കണ്ടാൽ ഞങ്ങളെ ഇപ്പൊ ഹിന്ദു സന്യാസിമാരും ഹിന്ദു ആൾക്കാരും പറയാം മന്ത്രവാദികൾ എന്നാ പറയാ. നിങ്ങൾ ഖുറാനും ബൈബിളും നോക്കിയാൽ മോസത്തിന്റെയും കയ്യില് വടി ഇരിക്കുന്നതായിട്ട് പറയും. ഈ പറയുന്ന പണ്ടത്തെ സിനിമ ശ്രീകൃഷ്ണ പര്യത്തില് മോഹൻലാല് നല്ലൊരു നായരാ, അയാളെ കയ്യിൽ ഇരിക്കുന്നതും ഒരു വടിയാണ്. കാരണം പൂണോലല്ല. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം. ഇത് മാരകായുധമായിട്ടാണെന്ന് പറയപ്പെടുക. ഇതിന് പറയാ ആചാരക്കത്തി എന്നാ പറയാ ഇതിന്. ഇതൊക്കെ ഞങ്ങളുടെ ആചാരം, ഇത് ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ ഒരു ഭാഗമാണ് കൃപാണമായിട്ട് ഈ പറയുന്ന സിഖുകാര് കൊണ്ടുനടക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ സംസാരിക്കുന്ന ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്കോ ആചാര്യന്മാർക്കോ നേതാക്കൾക്കോ സന്യാസിമാർക്കോ ഇതറിയില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും പറയുന്നവർ പഠിക്കണം. ഈവൻ വേദാന്തം പറയുന്ന സന്യാസിമാര് ഇപ്പോൾ ഹിന്ദുവിന് നേരെ കോടതിയും സർക്കാരും നിരന്തരം ഇതുവരെ കടന്നു വരുന്നതിന് കാരണം എന്താ? നമ്മൾ ഇത്രയും കാലമായിട്ട് ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്, ഉപനിഷത്ത് പഠിപ്പിക്കുന്നുണ്ട്, വേദം പഠിപ്പിക്കുന്നുണ്ട്, പൂജ പഠിപ്പിക്കുന്നുണ്ട്, കർമ്മബ്രാഹ്മണൻ ഉണ്ടാക്കുന്നുണ്ട്. ഹിന്ദു ആരാന്ന് പഠിപ്പിച്ചു. നേരത്തെ പറഞ്ഞ 4 വേദങ്ങളും ചതുരാശ്രമങ്ങളുമാണ് ഹിന്ദു. നിങ്ങൾക്കും ബ്രാഹ്മണനാകാം. ഈ പറയുന്ന ബ്രാഹ്മണനാകാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ മഹാക്ഷേത്രങ്ങളിൽ ഈ കേരളത്തിലെങ്കിലും ഒരു പട്ടികജാതിക്കാരൻ പട്ടികവർഗക്കാരൻ തന്ത്രിയായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രേക്ഷകർ അങ്ങനെ ചോദ്യത്തിൽ എഴുതുന്നുണ്ടെന്ന് പറയും. ശാന്തിക്കാരായിരിക്കും. മഹാക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന ഈ ചുറ്റുമതിലോടുകൂടി ചുറ്റമ്പലത്തോടുകൂടി കൊടിമരത്തോടുകൂടി ഷഠാധാര പ്രതിഷ്ഠയുള്ള ഇപ്പോ മലബാറിൽ മലപ്പുറത്തൊക്കെ ഒരുപാട് ഈ പറയുന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിന് ഒരുപാട് ആൾക്കാരെ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കമ്മീഷന് വേണ്ടിയിട്ട് തന്നെ ആവുന്ന. അതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു പുനരുദ്ധാരണം നടക്കുന്ന ക്ഷേത്രത്തിൽ ഇവർ പറയുന്ന കർമ്മബ്രാഹ്മണർ, ചണ്ടാളബാബയല്ല, ചണ്ടാളബാബ ചണ്ടാളനാണ്, കർമ്മബ്രാഹ്മണരായിരിക്കുന്ന പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും ആചാര്യത്വം ഏൽപ്പിക്കുന്നില്ല? വേണമെന്നല്ല പറയുന്നേ. ഇവർ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നത് ഹിന്ദുവിനെ നശിപ്പിക്കുകയാണ്. ഹിന്ദുവിനെ മനസ്സിലാക്കണമെങ്കിൽ ഹിന്ദുവിന്റെ ആചാര വൈവിധ്യങ്ങൾ മനസ്സിലാക്കണം. അവിടെ ആ മൂക്കൻചാത്തന്റെ കാര്യം പറഞ്ഞത്. ഇനി നമ്മൾ സന്യാസി സഭയെ പോയപ്പോ ഒരു സന്യാസി അവിടെ വിളിച്ച് പരിചയപ്പെടുത്തുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. തൂക്കം നിർത്താൻ വേണ്ടി സമരം ചെയ്ത് വിജയിപ്പിച്ച ഇന്ന പൂജനീയ ഇന്ന സ്വാമി വരുന്നു എന്നിട്ട് ഇവർ ആനയിച്ച് വിളിക്കുകയാണ്. നേരത്തെ പറഞ്ഞ സന്യാസി വര്യൻ തൂക്കം നിർത്തിയത് അഭിമാനത്തോടു കൂടി പറയാണ്. ആരുടെ തൂക്കം? മാപ്പിളയുടെ തൂക്കമാണോ നിർത്തിയത്? ക്രൈസ്തവരുടെ തൂക്കമാണോ നിർത്തിയത്? ഹിന്ദുവിന്റെ തൂക്കത്തെ കുറിച്ച് കേരളത്തിലെ സന്യാസ സമൂഹത്തിന് എന്തറിയാം? ഈ ശൂലം കുത്തുന്നതിനെ കുറിച്ച് എന്തറിയാം? അത് അനാചാരമാണെന്ന് പറയാൻ ഇവര് പഠിച്ച ഏത് ഗ്രന്ഥത്തിലുണ്ട്? നമ്മൾ ഈ പറഞ്ഞ സന്യാസിമാരോട് ഇവര് സമ്മതിക്കാൻ തയ്യാറാണ്. ഇവര് പഠിച്ച ഗ്രന്ഥത്തിന്റെ മാനദണ്ഡത്തിലാണ്. അല്ലെങ്കിൽ തന്നെ ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയാൻ ഈ പറയുന്ന വേദാന്ത സന്യാസിമാർക്ക് എന്ത് അധികാരം? താന്ത്രിക വിഷയമല്ലേ അത്? നാവിൽ ചൂലം കേൾക്കുന്നത് എന്താണെന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ പറ്റും? ഇവര് ദമത്തെ കുറിച്ചും ഇന്ദ്രിയ നിഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ സാമാന്യനെ പ്രാക്ടീസ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ടെന്ന് ഇവർ പഠിക്കണ്ടേ? ഇവർക്കറിയാത്ത വിഷയം പഠിക്കണം. എന്റെ അളവ് തോത് വെച്ചിട്ടല്ല മറ്റത് അളക്കണ്ടേ. വാസ്തുവിദ്യയിൽ തന്നെ പറയാറുണ്ട്, പ്രജാപത്യം കിഷ്കു എന്നൊക്കെ പണ്ട് ഒരുപാട് തരത്തിലുള്ള അളവ് പറയും. ഓരോന്ന് അളക്ക. നമ്മൾ ടേപ്പ് കൊണ്ടാണോ മണ്ണെണ്ണ അളക്കുക? അതിന് മെഷർമെന്റ് വേറെയല്ലേ? അവർ തൂക്കം നോക്കുന്നത് വേറെ രീതിയിലല്ലേ?
ഇത് പറഞ്ഞ പോലെ ഹിന്ദുവിനെ അളക്കാൻ ഹിന്ദു ആചാര്യന്മാർക്കും നേതാക്കന്മാർക്കും പറ്റുന്നില്ല. കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർ കുറെ വർഷങ്ങളായി ശ്രമിക്കുന്നത് ഹിന്ദുവിനെ ഏകശിലാത്മകമായ ഒരു സ്ഥാനത്ത് കെട്ടാനാണ്. അത് വേദവും വേദത്തിന്റെ പാരമ്പര്യം. ഈ ബ്രാഹ്മണനാകുക എന്നതാണ് ഇവർ പഠിപ്പിക്കുന്നത്. എന്താണ്? ബ്രാഹ്മണനാണ് ഉത്കൃഷ്ടൻ. ചാതുർവർണ്ണവും ചതുരാശ്രമങ്ങളും. ഈ ചതുരാശ്രമങ്ങൾ അല്ലാതെ തന്നെ അത്യാശ്രമിയുടെ സങ്കല്പമുണ്ട്. നമ്മളൊക്കെ അതാ നിൽക്കുന്നേ. നമ്മളൊക്കെ അത്യാശ്രമ പാരമ്പര്യത്തിൽ ഹിന്ദുക്കൾക്ക് ആർക്കും അറിയില്ല. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ വേദാന്തം ഭഗവത്ഗീതയാണ്. ഇത് ഹിന്ദുവിന്റെ അല്ല, അത് ഇന്ത്യയിൽ, അത് ഭാരതത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. എല്ലാവർക്കും പഠിക്കാം. എന്നാൽ ഹിന്ദു എന്ന് പറയുന്നതിലെ ഇപ്പൊ പറഞ്ഞു പാണൻ പറയുന്ന ഹിന്ദു എന്ന് പറഞ്ഞു ആണ്. നിങ്ങൾ പറയുന്ന മതമില്ല, സംസ്കാരമേ ഉള്ളൂ. ആ സംസ്കാരത്തിൽ പാണൻ ഒരു മതമാണ്, പറയൻ ഒരു മതമാണ്, നായർ ഒരു മതമാണ്, ഈഴവൻ ഒരു മതമാണ്, നമ്പൂതിരി ഒരു മതമാണ്. അവന്റെ മതത്തിലേക്ക് ഇവനെ കൊണ്ടുപോയി കയറ്റിയാൽ എങ്ങനെ അവർ അംഗീകരിക്കുക? അല്ലെങ്കിൽ അവനെ കൂടുന്ന ഇവന്റെ ആരാധന കേന്ദ്രം കയറ്റുക? ഇവിടെ തന്നെ നേരത്തെ പറയണ്ടായി വാദ്യോപകരണങ്ങളെ കുറിച്ച് രാജശേഖരൻജി പറയണ്ടായി. ആ വിഷയം പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ആത്മാർത്ഥത പുലർത്താൻ പറ്റും? നമ്മളുടെ ആചാരത്തിൽ, ഞങ്ങളുടേതായ ആചാരത്തിൽ പശുവിനെ കൊല്ലുകയോ തിന്നുകയോ ഇല്ല. ഞങ്ങളുടെ ആചാരത്തിലില്ല. ഒരു വിഭാഗം അവരുടെ ധർമ്മമായിട്ട് പശുമാംസം കഴിച്ചിരുന്നു, അവരുടെ ധർമ്മമായിട്ട്. അത് ഇന്നും നടക്കണം തന്നെ നമ്മൾ വേണേ. നിങ്ങൾ തിന്നില്ലെങ്കിൽ വേണ്ടാന്ന്. ഞങ്ങൾ ഹിന്ദുക്കളെ, ഞങ്ങളുടെ നടക്കണ്ടേ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ? പശു ചത്തു കഴിഞ്ഞാൽ പുഴുവല്ലേ തിന്നുന്നേ? അപ്പൊ പുഴുവിനെ പോയി നിങ്ങൾ തല്ലുവോ? എന്നെങ്കിൽ കൊന്നു തിന്നണം എന്നല്ല ഈ പറയുന്നേ. നിങ്ങൾ ഒരു സൈഡ് പറയരുത്. ഇവിടെ ക്ഷേത്രത്തിലെ വാദ്യോപകരണം ഇടയ്ക്കയുടെ തോലെന്താ? ഇടയ്ക്കയുടെ തോല് പശുവിന്റെ ഉള്ളിലെ തോല സ്കിന്ന. എങ്ങനെ നമുക്ക് കേരളത്തിൽ ഉത്തരേന്ത്യയിൽ ഇത് കൊടുത്തിടാൻ പറ്റും? അപ്പൊ നമുക്ക് തന്നെ വീഴ്ച പറ്റിയില്ലേ? അവന് പശുവിനെ കൊല്ലണ്ട എന്ന് പറഞ്ഞെന്താ? പശുവിനെ കൊല്ലണ്ട എന്ന് പറഞ്ഞതും ഇവിടെ ഉള്ളത് തന്നെയാണ്. അതിനെ പരിരക്ഷിക്കണം എന്നുള്ള ഇവിടെ ഉള്ളതാണ്. എന്നാലോ തന്ത്രശാസ്ത്രം പറയുന്ന പോലെ ധർമ്മത്തിന് വേണ്ടി സാധാരണ പറയാ ബ്രാഹ്മണനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ വൈദിക ഗ്രന്ഥങ്ങൾ പറയാ. തന്ത്രശാസ്ത്രം അങ്ങനെയല്ല പറയുന്നത്. ധർമ്മത്തിന് വേണമെങ്കിൽ പശുവിനെയും ഗോവിനെയും ഹനിക്കാമെന്നാണ്. ധർമ്മത്തിന് വെറുതെ കൊന്നു തിന്നാനൊന്നും വിധിയില്ല. അപ്പൊ ധർമ്മ പദ്ധതി. അപ്പോഴാണ് വേണം വാദ്യോപകരണത്തിന്റെ കാര്യം. ആരത് നിർത്തിയിട്ട് അതിന്റെ മുകളിൽ ഈ പറയുന്ന ഫൈബറിന്റെ ഷീറ്റ് ഇട്ടിട്ട് ഈ പറയുന്ന സോപാനത്ത് പോയി കൊട്ടിച്ചത് ആരാ കൊട്ടിച്ചേ? കോടതിയാണോ? അല്ല, നമ്മളാ ചെയ്തേ. ഇതുകൊണ്ടാ ഇത് പറയുമ്പം ഹിന്ദുക്കൾക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദുക്കൾ എന്താ ചണ്ടാളബയ്ക്ക് കോഴിയിറച്ചി തിന്നാനാന്നാ കരുതുന്നത്? എന്റെ പൊന്നു മക്കളെ, ചണ്ടാളബയ്ക്ക് കോഴിയിറച്ചി തിന്നാനും പശുവിറച്ചി തിന്നാനും കേരളത്തിൽ വിലക്കില്ല. ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങളിൽ പശുവിറച്ചി തിന്നാൻ പറ്റില്ല. അത് തിന്നണമെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ അത് തിന്നാനല്ല വിഷയം. തിന്നുന്നവർ, നേരത്തെ ബഹുമാന്യ രാമസിംഹൻജി പറഞ്ഞ പോലെ മദ്യപിക്കുന്നവനെ മദ്യപാനം മാറ്റാമെന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവൻ കുടിയനാവും. എന്നാൽ ധർമ്മത്തിന്റെ മാർഗത്തിൽ അവൻ ആ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അവൻ കുടിയനാവില്ല. അതിന്റെ പദ്ധതികൾ ഇവിടെ ഉണ്ട്. അത് കുടിച്ചിട്ടാരും കുടിയന്മാരായിട്ടില്ല. മാംസം കഴിക്കുന്നെങ്കിൽ ധർമ്മവിധി പ്രകാരമാകാം. അങ്ങനെ കഴിക്കാൻ പാടുള്ളൂ. അതിന് ശാക്തയും വെച്ചു. ഈ ശാക്തയ ആചാരത്തിന് നേരിലാണ് 1968 കേരള EMS സർക്കാർ, ഇടതുപക്ഷ സർക്കാർ നിയമം കൊണ്ടുവരുന്നത്. ആ നിയമം കൊണ്ടുവന്ന എന്താ? ടെമ്പിൾ ആക്ട് ആണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് അതിന്റെ ലോ. ഇതാണ്, ഇത് കാണും കൂടി ഇല്ല. എന്തായാലും ഇതാണ് അതിന്റെ ലോ. 2 പേപ്പർ 3 പേപ്പർ ഇതുള്ളൂ. ഇത് 1968 കേരള ആനിമൽസ് ആൻഡ് ബേർഡ് സാക്രിഫൈസ് പ്രോഹിബിഷൻ ആക്ട് 1968 ആക്ട് 20/68. ഇത് ടെമ്പിൾ ആക്ട് ആണ്. ക്ഷേത്രങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന. നമ്മൾ ഇന്ത്യനാണ്. നമ്മളും ഭരണഘടനയുടെ ഭാഗമാണ്. നമ്മളും ഇന്ത്യയിൽ ഈ ഭാരതത്തിൽ തുല്യ പ്രാധാന്യമുള്ള പൗരന്മാരാണ്. നമുക്ക് മാത്രം നമ്മളുടെ ക്ഷേത്രത്തിൽ ഒരു ബലി അർപ്പിക്കാൻ പറ്റില്ല. അതെന്താ ബലി? നമ്മളുടെ ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നത് ബലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അമ്പലത്തിന്റെ മുറ്റത്തോ ശ്രീകോവിലോ പുറത്തോ ആ പ്രദേശത്തോ എവിടെയും പാടില്ല. അത് ചെയ്താൽ കുറ്റമാണ്. അത് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. 3 വർഷം 10 വർഷം, ചുരുങ്ങിയത് 300 രൂപ പെറ്റി. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ ശരിയാവും? ഭരണഘടനയാണല്ലോ. ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന പച്ച മലയാളത്തിൽ ലഭ്യം. അതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ കാണിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുണ്ട് ഇവിടെ. ഈ ഭരണഘടന ഹിന്ദുക്കൾക്ക് കൂടി പ്രാധാന്യം നൽകുന്നതാ. ആ ഭരണഘടനയിൽ ഈ ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ തുല്യതയാണ്. തുല്യത കോഴിയെ കൊല്ലാനാണോ തുല്യത? ആരെങ്കിലും, ഏത് മതവാദിയും ഏത് ഹിന്ദുവും ഏത് നേതാവ് ചോദിച്ചാലും പറയാം അതെ, കോഴിയെ കൊല്ലാനും അതിന്റെ ഭാഗമാണ്. കാരണം ഇവിടെ എടപ്പള്ളി പള്ളിയിൽ ക്രൈസ്തവരും അവരുടെ തിരുനാളിന്റെ ഭാഗമായിട്ട് നിരത്തി കോഴിയെ വെട്ടിയിട്ട് കൊല്ലുമ്പോ ഹൈബീഡനും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും നിരന്നു പോയി അത് തിന്നുന്നുണ്ടല്ലോ. ഒരു വിരോധം നമുക്കില്ല. കഴിക്കണം, കഴിച്ചോളൂ. അവിടെ നടത്തുന്നതാണ് അവർക്ക് ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യം. ഇനി പെരുന്നാൾ വന്ന അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ പോത്തിനെ വെട്ടുന്നു, ആടിനെ വെട്ടുന്നു, അവര് തിന്നുന്നു. അവര് ചെയ്യുമ്പോ എന്താ ഈ പറയുന്ന കേരള സർക്കാരിന് കൈബോന്താത്തെ? അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ കേരള സർക്കാരിനെ മാത്രം പറയാൻ തോന്നണ്ട.
ത്രിപുരയിലെ ഇടതുപക്ഷം ഭരിച്ച ത്രിപുരയിലെ BJP അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത നെറുകേട്, അതുവരെ ഉണ്ടായിരുന്ന ത്രിപുരാംബയുടെ ബലി നിരോധിക്കുക ചെയ്ത BJP. നമ്മളെപ്പോലുള്ള കുലാചാരികൾക്ക് BJP ആയാലെന്താ, കോൺഗ്രസ് ആയാലെന്താ, കമ്മ്യൂണിസ്റ്റ് ആയാലെന്താ, SDP ആയാലെന്താ? ഞങ്ങൾക്ക് ഹിന്ദുവായി ജീവിക്കാൻ പറ്റും ഇന്ത്യ മഹാരാജ്യത്ത്. ഞങ്ങളാകുന്ന ഹിന്ദു, ബ്രാഹ്മണി ഹിന്ദു അല്ല, ഭൂരിപക്ഷ ഹിന്ദുവിന്റെ സംസ്കൃതിയോടുകൂടി ഞങ്ങൾക്ക് ഇന്ത്യമായി നിൽക്കാൻ പറ്റണം. അതിനുകൂടി ഭരണഘടന ഉറപ്പ് നൽകുക. ആ ഭരണഘടന ആർട്ടിക്കിൾ 14, അതുകൊണ്ട് ആർട്ടിക്കിൾ 30 ആർട്ടിക്കിൾ ഞാനൊക്കെ ചെയ്ത ആചാരം വലിയ കൊട്ടിഘോഷിച്ചു. ഒരു ഹിന്ദു സംഘടന പോലും സപ്പോർട്ട് ഉണ്ടായില്ല. അത് ഹിന്ദുക്കൾ തന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ചണ്ടാളബാബ മതം മാറിപ്പോയ ഹിന്ദുവാണ്, അതുകൊണ്ട് ചണ്ടാളബാബയെ ക്ഷേത്രത്തിൽ കയറ്റാൻ പറ്റില്ല എന്ന് ഫേസ്ബുക്ക് ഇപ്പൊ എടുത്താൽ ഞാൻ കണ്ടു. 21 ഇട്ട പോസ്റ്റ് ഇപ്പൊ എടുത്ത് കാണണ്ടായി. ഹിന്ദുക്കളാ ചെയ്തിരിക്കുന്നത്. സംഭവം ശരിയാ. ചണ്ടാളബാബ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ ബ്രാഹ്മണി ഹിന്ദു മതം വിടുന്നു, എനിക്ക് വയ്യ വിഴുപ്പേറ്റാൻ. എന്റെ ഹിന്ദുമതം ബ്രാഹ്മണി ഹിന്ദുമതമല്ല, മാനവ ഹിന്ദുമതമാണ്, ആദ്യ ധർമ്മമാണ്, അത് സനാതനമാണ്. ആ എന്റെ ധർമ്മത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഈ ബ്രാഹ്മണ ഹിന്ദുമതത്തിന്റെ കൂടെ നിന്നിട്ട് ഞങ്ങളായി ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം സംഘടനകളെല്ലാം, ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെല്ലാം ബ്രാഹ്മണി പ്രസ്ഥാനങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ആരും മിണ്ടുന്നില്ല. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ടീച്ചറിൽ ഇരുന്ന് പറഞ്ഞതാ, റിപ്പോർട്ടർ ചാനൽ ഇരുന്നിട്ട്, ഈ കോഴിവെട്ടാചാരം ചെയ്യുന്നവരെ ജയിലിൽ അടയ്ക്കണമെന്ന്. ഈ ഹിന്ദു ഐക്യവേദി ഞങ്ങളുടേതാണോ? അല്ല, എന്റേതും എന്റെ പൂർവികരുടെയും ഈ കുലാചാരം ചെയ്യുന്ന നായരുടെയോ പറയന്റെയോ വേലന്റെയോ അല്ലെങ്കിൽ നമ്പൂതിരി കൃത്യമായി ആകുന്നതോ അവന്റെ അല്ല. അതിൽ രണ്ടുണ്ട് ഞങ്ങൾക്ക്. എന്ത് ബദൽ ഞങ്ങൾക്ക്? മുസ്ലിങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് സംഘടന ഉണ്ട്. SDPI വരെ മുനമ്പം വിഷയത്തിൽ അതൊരു മറ്റൊരു വിഷയം. പക്ഷെ SDPI പോസ്റ്റർ ഇട്ടാൽ അവര് പോസ്റ്റർ കാണുന്നുണ്ട്. എന്താ എഴുതിയത്? അവരവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഇറക്കും എന്ന് പറഞ്ഞത്. അതാണ് മതസ്നേഹം. ഇവിടെയോ ഞങ്ങൾ ബ്രാഹ്മണരുടെ ആചാരം മാത്രമേ സംരക്ഷിക്കൂ, അതാണ് ഹിന്ദു. അപ്പൊ ഇവിടെയാണ് ഈ ആർട്ടിക്കിൾ 13 പറയുന്നത് എന്താണ്? ഇവിടെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു ആചാരം ഉണ്ടെങ്കിൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല എന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്ന ഈ കോഴിവെട്ടാചാരം ഞങ്ങളുടെ മൗലിക അവകാശമാണ്. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല. മൗലിക സ്വാതന്ത്ര്യം. നമ്മുടെ മാംസം കോഴിയിറച്ചി തിന്നുന്നുണ്ട്. ഹിന്ദുക്കൾ തന്നെ കമന്റ് എഴുതും അങ്ങയുടെ വീഡിയോയുടെ അടി. എന്താണ്? സതി നിങ്ങൾ തിരിച്ചുകൊണ്ടുവരുമോ? ഒരു മുസ്ലിം എഴുതില്ല ഹൈജുജി. സതി ഞങ്ങളുടെ ആചാരമല്ല, അത് ചെയ്തവരുടെ ആചാരമായിരിക്കാം. അതും ഹിന്ദു ധർമ്മത്തിൽ നിർബന്ധം പറയുന്ന എത്ര ഭാഗമുണ്ട്? ഉണ്ടോന്ന് പറയേണ്ട ആവശ്യം എന്റേതല്ല, അത് എന്റെ അല്ല. വൈദികന്മാരെ ചെയ്തിട്ടുള്ളൂ, താന്ത്രികന്മാരെ ചെയ്തിട്ടില്ല. നിരോധിച്ച രാജാരൻ മോഹൻ റായ് താന്ത്രികനാണ്, വൈദികനല്ല. ഇനി സതി നടത്തി തന്നെ കരുത. ആരാ തിന്ന? ഈ തീച്ചാടിയ സ്ത്രീയെ പിടിച്ച് തിന്നാൻ ആള് വേണ്ടേ? ഞങ്ങൾ തിന്നില്ല. ഞങ്ങള് കോഴിയിറച്ചി തിന്നും, ആട്ടിറച്ചി തിന്നും. അതിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിധിപ്രകാരം മുറിക്കണം, അറുക്കണം, തിന്നണം. അത് ഒപ്പം നിൽക്കാൻ പോലും ഇവിടെ ഹിന്ദു ഇല്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? നേരത്തെ രാമസിംഹൻജി പറഞ്ഞ പോലെ പിന്നെ ഞങ്ങൾക്ക് തിന്നാൻ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് മാപ്പിളയാവാനോ ക്രിസ്ത്യാനി ആവാനല്ലേ പറ്റുള്ളൂ. അതിന് ഞങ്ങൾക്ക് ഇനി മനസ്സില്ല എന്നാ പറയുന്നത്. ഞങ്ങൾ അഭിമാനത്തോട് കൂടി ഈ നാടിന്റെ യഥാർത്ഥ അവകാശികളായിട്ട് പോകും. അപ്പൊ ഇവിടെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ സമയത്ത് നിർത്തലാക്കിയതിന് കാരണം ഹിന്ദുവിന്റെ പോരായ്മയാണ്. ഇനി ആർട്ടിക്കിൾ 254(1) അത് പ്രകാരം കേന്ദ്ര നിയമവും കേരള നിയമവും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേന്ദ്ര നിയമത്തിനാണ് പ്രാധാന്യം എന്നാണ് ആർട്ടിക്കിൾ 254(1) പറയുന്നത്. ഇവിടെ കോഴിവെട്ട് നിർത്തി ഇടതുപക്ഷ സർക്കാർ ഭരണഘടനാ വിരുദ്ധമായ കാര്യ ചെയ്യുന്നത്. ഇത് 1968 പാർലമെന്ററി നിയമമാണ്. ഇതിൽ 6-ാമത്തെ അധ്യായത്തില് 28-ാമത്തെ വാക്യം എന്ന് പറയുന്നത് തന്നെ മതം അനുശ്വാസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരത്തിൽ ബലി ചെയ്യുന്നത് ഒരു കുറ്റമല്ല എന്നാ പറയുന്നത്. മൃഗം ഈ പറയുന്ന സേവിങ് ആൻഡ് റെസ്പെക്ട്സ് മാനർ ഓഫ് കില്ലിംഗ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അപ്പൊ ആ പോയിന്റ് പ്രകാരം നമ്മളുടെ മതം അനുശ്വാസിക്കുന്നു എങ്കിൽ അത് തെറ്റല്ല, അതിന് ക്രിമിനൽ കേസായിട്ട് പരിഗണിക്കാൻ പാടില്ല എന്ന്. ഇതിനെ മറികടന്ന് സ്റ്റേറ്റിന് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഉണ്ടാക്കിയതിനെ നടപ്പിലാക്കിയത് കൊടുങ്ങല്ലൂരിലെ ഭരണി എങ്ങനെ നിന്ന? ഈ ഭരണിക്ക് കോഴിവെട്ട് എങ്ങനെ? ഭൂമാനന്ദ സ്വാമികൾ സമരം ചെയ്തു. ഭൂമാനന്ദ സ്വാമിക്ക് എന്തറിയാം കോഴിവെട്ടിനെ കുറിച്ച്? ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചണ്ടാളബാബ അദ്ദേഹവുമായി സമ്മതിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ കോഴിവെട്ടിനെ കുറിച്ച് എന്തറിയാം വേദാന്തിയായ സന്യാസിക്ക്, ആര്യ സമാജിക്ക്, അദ്വൈതിക്ക്, വൈദികാചാരികൾക്ക്, വൈഷ്ണവർക്ക്, ശൈവർക്ക് ഞങ്ങളെ കുറിച്ച് എന്തറിയാം? ഞങ്ങൾ ഹിന്ദുക്കളാണ് നിങ്ങൾ പറയുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നും ചണ്ടാളബാബു കേസ് വാദിച്ചുകൊണ്ടിരിക്കുക? ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി തള്ളി. ഇവിടെ നിങ്ങൾ ഇതിന്റെ എതിരെ പ്രശ്നമില്ല എന്നാ പറഞ്ഞേ. പ്രശ്നമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ആ ചണ്ടാളബാബു കോഴി വെട്ടി എന്താണ്? ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇപ്പൊ ആനയുടെ പ്രശ്നം വന്നപ്പോ കോടതി വേഗം മറുപടി പറഞ്ഞല്ലോ. എന്താ? അതിന്റെ ഒപ്പം നിൽക്കാൻ ഹിന്ദു സംഘടനകളുണ്ട്. അവർ ബ്രാഹ്മണി ഹിന്ദു സംഘടനകളാ. ഞങ്ങളുടെ വിഷയത്തിൽ നിന്ന് ഞാൻ അതിനുശേഷം കോഴി വെട്ടി 14 ദിവസം ജയിലിൽ കടന്നു. ഈ കോഴിവെടി ആചാര പുനഃസ്ഥാപനത്തിന് വേണ്ടി ജയിലിൽ കടന്നപ്പോ ആ വിഷയത്തിൽ പോലീസുകാരാൽ പീഡിപ്പിക്കപ്പെട്ട് മരണമടഞ്ഞ ഒരു മാതാവിന്റെ മകനാണ് ഞാൻ. ഈ ഹിന്ദു സംഘടനകളും ഹിന്ദുത്വവാദികളും ഹിന്ദു പ്രസ്ഥാനങ്ങളും ഹിന്ദുവായ നമുക്കോ നമ്മുടെ അമ്മയ്ക്കോ എന്ത് ചെയ്തു? ആനയുടെ വിഷയം വന്നപ്പോ പോകുന്നുണ്ട്. ഇനി ആനയുടെ വിഷയം വരാം. ആനയെ നിർത്തലാക്കിയ ഈ പറയുന്ന ആർക്കും ഒരു കുഴപ്പമില്ല. ഞാൻ നിൽക്കുന്നത് മംഗലാംകുന്നിലാണ്.
മംഗലാകുന്ന് ചെട്ടിയാർക്ക് എത്ര ആനയുണ്ടെന്നറിയോ? 18 ആനയുണ്ടായിരുന്നു. പലതും ചെരിഞ്ഞപ്പോ വളരെ കുറച്ചെന്താ ഇത് നിൽക്കുന്ന അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അതിന്റെ ഉപജീവനം കഴിക്കുന്ന ഒത്തിരി ആനപ്പാപ്പന്മാരെ ഞാൻ നിരന്തരം കാണാറുണ്ട്. റോട്ടിൽ കൂടി ആനയെ കുളിപ്പിക്കാനോ നടത്താനോ കൊണ്ടുപോകും. ഇതങ്ങോട്ട് നിർത്തി അവരെങ്ങനെ ജീവിക്കും? ആ ആനയ്ക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? അതിറ്റേയും ഇതുപോലെ ചത്ത് ചെയ്യുന്ന ആളെന്നാണോ പറയുന്നേ? എന്തൊരു മദ്യം നിർത്തുന്ന കാര്യം വന്നാൽ സർക്കാർ തന്നെ പറയുന്നു പെട്ടെന്ന് നിർത്താൻ പാടില്ല, പെട്ടെന്ന് നിർത്തിയ ബുദ്ധിമുട്ടാണ്, ആളുകൾക്ക് മാനസിക പ്രശ്നം വരും. ആളുകളുടെ മാനസിക പ്രശ്നം മാത്രമല്ല, ആനയ്ക്ക് ബുദ്ധിമുട്ട് വരും. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കണം. ക്രമാനുഗതമായിട്ട് നമുക്ക് കുറച്ചു കൊണ്ടുവരാം. ഒരുപാട് ആനകളെ വേണമെന്ന് ഒരിക്കലും ഹിന്ദു ധർമ്മത്തിലില്ല. അത്യാവശ്യം ആനകൾ വേണം. മറ്റുള്ളതെല്ലാം ഉത്സവത്തിന്റെ പേരിൽ നടക്കുന്ന ബിസിനസ്സാണ്. തൃശ്ശൂർ പൂരത്തിന്റെ കൊണ്ട് സമ്പാദിക്കുന്ന ആരാ? അവിടുത്തെ ക്രൈസ്തവമായിരിക്കുന്ന കുറെ ആളുകൾക്ക് സമ്പാദിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് തൃശ്ശൂർ പൂരം, പുലികളി. ഇനി മലപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് വന്നാൽ അവിടെ നടക്കുന്ന ഉത്സവങ്ങളിൽ പകുതി മുക്കാലും അവിടെ മുസ്ലിങ്ങളായിരിക്കുന്ന കുറെ ഏജന്റുമാരാണ് വേല ഏറ്റെടുക്കുന്നത്. ചണ്ടളബാബത്ത് ഇങ്ങനെ അനുഭവമാണ്. ഒരു കാലത്ത് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ ചെണ്ട കൊട്ടാൻ പോയിട്ടുണ്ട്. നമുക്കറിയാം ഏജൻസിയാണ് നടത്തുന്നത്. ലക്ഷങ്ങളിൽ ലേലത്തിൽ കാര്യങ്ങൾ നടത്തുന്നത് ഇവരാ. ഹിന്ദുവിന്റെ പേര് ചെണ്ട. ഇന്ന് ഹിൻകാരി മേളക്കാരി കൊട്ടുന്ന ചെണ്ടകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാദിക്കാർ കൊട്ടുന്ന ചെണ്ട എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ചെണ്ടകൾ കൈവശമുള്ള ക്രൈസ്തവരെ എനിക്കറിയാം, മുസ്ലിങ്ങൾ എനിക്കറിയാം. ആരാ ഇത് കൊണ്ടുപോയി കൊട്ടുന്ന? കൂലി 100 രൂപ ഈ ഹിന്ദുവിന് കിട്ടുമ്പോ ബാക്കിയുള്ള പണം കൊണ്ടുവന്ന് മറ്റവനാ. ഇത്തരം ഒരുപാട് വിഷയങ്ങൾ. ഇനിയിപ്പോ നിങ്ങൾ കഥകളി പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകുള്ള അവസ്ഥ. പിന്നെ ക്ഷേത്രാചാരം എന്ന് പറഞ്ഞാൽ കഥകളി അല്ല. ഇതിന്റെ ഇടയ്ക്ക് സന്യാസി മഠത്ത് പോയപ്പോ ഒരു കേരളത്തിലെ മുഖ്യമായിരിക്കുന്ന ഒരു സന്യാസി പറയണ്ടായി, ക്ഷേത്രകലകൾ വേണം, ഗാനമേളി നാടകമൊന്നും പറ്റില്ല. എന്താ ക്ഷേത്രകല അറിയോ? കഥകളി. ബൈജൂജിക്ക് കഥകളി എന്താ മനസ്സിലാവുമോ? രാമസിംഹൻജിക്ക് ചിലപ്പോൾ കലാകാരനായിട്ട് മനസ്സിലാകുമോ നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ മനസ്സിലാകുന്ന കുറെ കാര്യങ്ങളില്ലെങ്കിൽ ഭക്തി നിറഞ്ഞ നാടനായിരിക്കുന്ന കുറെ കാര്യമുണ്ട്. അവിടെയാണ് ആണ്ടി, കുമ്മിണി, ഭൂതം, തിറ, ഇതൊക്കെയാണ് ആചാരം. ഇതിന്ന് പെയിന്റ് അടിച്ച് വെള്ള പൂശി എടുത്തതാണ് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഈ കഥകളിയൊക്കെ. ഇതാണ് നിങ്ങൾക്ക് ക്ഷേത്രകല. അതായത് നിങ്ങൾക്ക് പുണ്യാഹം തെളിച്ച് പൂണൂലിട്ടാലേ ഹിന്ദു ആകൂ എന്നൊരു ധാരണയുണ്ട്. ഇത് മാറണം. അവിടെ ഹിന്ദുക്കളെ പഠിപ്പിക്കണം. നീ പുലയനാണ്, നീ പറയനാണ്, നീ താഴ്ന്നവനല്ല, നീ പറയുന്ന ഈ നാടിന്റെ സന്താനമാണ്, ഈ രാഷ്ട്രത്തിന്റെ സന്താനമാണ്, ഈ ലോകത്തിന്റെ സന്താനമാണ്, പ്രകൃതീശ്വരുടെ ഭാരതാംബയുടെ മക്കളാണ്. എന്നിട്ട് ഇവന്റെ ആചാരം പറഞ്ഞു മറ്റവന്റെ ആചാരം നമ്മളുടെയൊക്കെ വിദ്യാപീഠം പറഞ്ഞു കൊടുക്കുന്നല്ലോ, പറഞ്ഞു കൊടുത്താൽ ഈ പ്രശ്നം തീരും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ, സ്വാതന്ത്ര്യം ഇതിന് നേരെ കടന്നു കയറുമ്പോ ഇത് കേവലം സർക്കാരിന്റെ മാത്രമല്ല. മുസ്ലിങ്ങൾ ഇറച്ചി കെട്ടി തൂക്കുന്നു, മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ കൊല്ലുന്നു. നമ്മൾ ഇതിന് മുമ്പുണ്ടായ ഒരു ബലിപെരുന്നാൾ വന്ന സമയത്ത് നമ്മളിവിടെ ഒരു ബലിപെരുന്ന സെയിം ഡേറ്റിൽ ചണ്ടളബാബ തീവ്രവാദി എന്നൊക്കെ കേൾക്കുന്നവന് തോന്നും അത് അംബേദ്കർക്കെതിരെ ഇന്നിപ്പോ ന്യായം പറയുന്ന കോൺഗ്രസ്സുകാര് അംബേദ്കർ എന്താ ചെയ്യുന്നത്? അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ അംബേദ്കർക്ക് വേണ്ടി വാദിക്കുന്ന BJPയും അതുപോലെ സംഘപ്രസ്ഥാനങ്ങൾ എന്താ ചെയ്തെന്നുള്ളതും അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചണ്ടാളബാബ എന്ന് കല്ലെറിയുന്നവർ നാളെ നിങ്ങളൊക്കെ എഴുതും, നമുക്കറിയാം. ഇത് അവകാശ സമരമാണ്. ഇത് ഇവിടെ മനുഷ്യനായി ആചാര ഭരണഘടനാപരമായിട്ട് ജീവിക്കാനുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഇവരെന്തെങ്കിലും ചെയ്യുമ്പോ ഇവർക്ക് അവർ സപ്പോർട്ട് ചെയ്യും. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് സപ്പോർട്ടില്ല. മുസ്ലിങ്ങൾ നിരന്തരം ഇത് കെട്ടിത്തൂക്കുന്നു, വെട്ടുന്നു, പറയുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആൾക്കാർ അവിടെയാണ് ഞാൻ പറഞ്ഞത്. ബലിപെരുന്നാൾ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ ശാഖബലിയോട് കൂടിയിട്ട് യാഗം നടത്തുന്നു പറഞ്ഞു. ഒരു പ്രശ്നത്തിനും ആരും വന്നില്ല. എന്താണ്? അവിടെ ബലി നടക്കുകയാണ് മുസ്ലിങ്ങളുടെ. അപ്പൊ പ്രശ്നം എന്തുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന് ഏറ്റെടുത്തൂടാ? അവർ നാട് മുഴുവൻ നമ്പൂരിമാരെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ശാക്തയന്മാരെ, കവളന്മാരെ കൊണ്ട് ഈ പാണനും പറയുന്ന ആദിവാസിയെ കൊണ്ട് ഒരു കുലാചാര പ്രകാരം ഒരു കോഴി വെട്ടിയിട്ട് അവന്റെ ദൈവദൈവത്തെ പിടിപ്പിടിച്ച് കർമ്മം നടത്തിക്കൂടാ? ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു പരിപാടി ഈ 2024 ഈ ഡിസംബർ ഈ ദിവസത്തിൽ ഇരിക്കുമ്പോൾ എന്റെ ചോദ്യമാണ്, ഹിന്ദുക്കളെ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഹിന്ദു എന്ന് പറയുന്ന ഒരു ആദിവാസിയുടെ ആചാരത്തോടു കൂടി നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഇവിടുത്തെ ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ള മഹാത്മാക്കൾ പറയും ഞങ്ങൾ ഹിന്ദു എന്താ പറയാ ഭാരതം നടത്തിയ സമയത്ത് ഒരു ആദിവാസി കൊണ്ട് വിളക്ക് തെളിയിച്ചു. വിളക്ക് തെളിയിക്കൽ അവിടെ നിൽക്കട്ടെ എന്ന്. നിങ്ങൾ നമ്പൂരിമാരുടെ ഗണപതി ഹോമം നടത്തുമല്ലോ. നിങ്ങൾ എന്താ ഒരു ചാറ്റുപാട്ടിന്റെ ഈടഴിയിൽ ഒരു കർമ്മം നടത്തിയിട്ട് ഒരു തോറ്റം പറഞ്ഞ് കോഴിവെട്ടി കർമ്മം നടത്തിയെന്താ? ഇറച്ചി മീൻ ശരിയാണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുങ്ങനെ ഒരു കോഴി വെട്ടിയത് തെറ്റാണ്, ദുരാചാരമാണെന്ന ഗോപാലകൃഷ്ണന്റെ പാർട്ടി പറഞ്ഞില്ല എന്നാണ് ഈ പറഞ്ഞ രാജശേഖരൻ പറയാൻ ശ്രമിച്ചത്. തെറ്റാണ്. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന വന്നപ്പോൾ നേരെ നമ്മൾ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയെ വിളിക്കുന്നേ. ഇപ്പൊ മറുപടി തരാണ്ട് മിണ്ടിയിൽ എന്താ ചണ്ടാള ബാബയെ ഇവർക്ക് അങ്ങോട്ട് പറ്റിയില്ലേ? അപ്പൊ ഇത് പാർട്ടി തന്നെ അതിന്റെ ആശയത്തിൽ തന്നെയായിരുന്നു. അത് മാറണമെങ്കിൽ കുമ്മനഞ്ചി നമ്മളെ നേരിട്ട് കണ്ടപ്പോ നിങ്ങളുടെ ഒപ്പം എത്ര ആളുണ്ട് എന്നാ ചോദിച്ചത്. ആളെ നോക്കിയിട്ടാ കുമ്മനഞ്ചി വരെ ആചാരം വേണോ വേണ്ടേ നിശ്ചയിക്കുന്നത്. ആളെത്ര ഉണ്ട് എന്നാ ചോദിച്ചത്. ഇവരുടെയൊക്കെ നിലപാട് തുറന്നു പറയുമ്പോൾ ബാജുജിയുടെ ചാനലാവും ഭയങ്കര പ്രേക്ഷകര് ഈ പ്രസ്ഥാനങ്ങളുടെ ആളാണ്. പ്രസ്ഥാനങ്ങൾക്ക് നമ്മളെതിരല്ല. ഹിന്ദുവിന്റെ കടക്കൽ കത്തി വെക്കാൻ ആരും അനുവദിക്കില്ല. കാരണം ഹിന്ദുവിന്റെ അപ്പനല്ല നമ്മൾ, ഹിന്ദുവിന്റെ അപ്പനല്ല മറ്റാരും. നമ്മൾ പ്രതിനിധീകരിക്കുന്ന ഹിന്ദു സമൂഹത്തെ. അതുകൊണ്ടാ പറഞ്ഞത് ചണ്ടാള ബാബയെ പോലെ നമ്പൂരിക്ക് നമ്പൂരിയുടെ ആചാരവും
പുലയന് പുലയന്റെ ആചാരവും എന്നാൽ രണ്ടു കൂട്ടർക്കും മാറി മാറിയും പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ടോ കേരളത്തിൽ എന്ന് ചോദിച്ചാൽ ചണ്ടാള ബാബ സ്ഥാപിച്ചതേ ഉള്ളൂ. ആ നിലപാടിൽ ഇതുവരെ നിന്നിട്ടുള്ളൂ. ഈ ചാനലിൽ മാത്രം വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് അന്വേഷിക്കുന്നതും ഇവര് പറയുന്നതും ഈ രീതിക്ക് പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വിഷമഘട്ടങ്ങൾ കടന്നു പോകുമ്പോ ഇതൊരിക്കലും മാറുന്നില്ല. പറഞ്ഞല്ലോ, അംബേദ്കറെ കേൾക്കാത്ത ഇവര് എന്നെയും കേൾക്കില്ല, നിരന്തരം പറയും കേൾക്കുന്നവര് കേൾക്കില്ല. കേട്ടാൽ ഇവര് കെട്ടിപ്പൊക്കുന്ന ഹിന്ദു എന്നത് തകരും. കാരണം എന്താണ്? ഇവരുടെ ഹിന്ദു വൈദിക വേദിക് ഹിന്ദു ആണ്. അതാണ് കോടതി പയറ്റുന്നത്. കോടതിക്ക് ഹിന്ദു എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് രാമൻസിംഹജി ചോദിച്ചാൽ അറിയും. രാമൻസിംഹജി അവരറിയുന്ന ഹിന്ദു എന്താ? ഈ പച്ചക്കറി ഹിന്ദു. ആരാ പഠിപ്പിച്ചേ? ഇവരൊക്കെ തന്നെയാ പഠിപ്പിക്കുന്നേ. അല്ലെങ്കിൽ ഇവർക്ക് ഞാൻ പറഞ്ഞ ഈ ബലി പെരുന്നാളിന്, ഇനി വരുന്ന ബലി പെരുന്നാളിന് ഇവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെ അല്ലെങ്കിൽ ബജ്രംഗദളിനെ പോലുള്ള സംഘടനകൾക്ക് ഒരു ഫൈറ്റിനും പോകണ്ട. സ്വന്തം ധർമ്മപ്രകാരം ഒരു ശാക്തേയ വിധാനത്തിൽ പൂർണ്ണമായിട്ട് ഒരു പരസ്യമായി ചാകബലിയോടുകൂടി ഒരു ചണ്ഡികായാഗം നടത്താൻ ആർജവം ഉണ്ടവർക്ക്. ആചാര പറയുന്നേ തടുക്കാൻ പോലീസ് വരട്ടെ. ആചാര്യനെ കിട്ടില്ലെങ്കിൽ ചണ്ടാള ബാബ ഇനി അറസ്റ്റ് വരിക്കാൻ വേണ്ടി വരാം. ഒരു മടിയുമില്ല. കാരണം ഇനിയും ചെന്നാൽ നമ്മൾ ക്രിമിനലാന്ന് അറിഞ്ഞിട്ടാ പറയുന്നേ. എന്റെ ധർമ്മം സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറഞ്ഞ ഗീതാവാക്യം നെഞ്ചിലേറ്റിയവനാ ചണ്ടാള ബാബ. ഇവരെ പോലെ നാഴികയ്ക്ക് 40 വട്ടം പഠിക്കുകയും ഓതുകയും ഹിന്ദുവിനെ ഷണ്ടന്മാരാക്കുകയുമല്ല, ഹിന്ദുവിന് ക്ഷാത്രവീര്യം ഉണ്ടാകണമെന്ന് വർഷങ്ങളായി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പൊ സന്യാസിയാക്കിയിട്ട് കുട്ടികളില്ലാണ്ടായിട്ട് മറ്റോ പന്നി പെറുന്ന പോലെ പെറുന്നു പറയല്ല. ചണ്ടാള ബാബയ്ക്ക് 3 കുട്ടികളെ ഉണ്ടാക്കിയിട്ടാണ് പറഞ്ഞത് ചുരുങ്ങിയത് 3 എണ്ണം വേണം എന്നുള്ളത്. തിന്നാൻ കൊടുത്തിട്ട് പോറ്റിയിട്ടാ. ഒരേ സമയം സന്യാസി, ഒരു സമയം ഗൃഹസ്ഥാശ്രമി ആയിരിക്കുന്ന കൗളാശ്രമം, അതാണ് അത്യാശ്രമി. നമ്മളെ ഇവര് സന്യാസിയായിട്ട് അംഗീകരിക്കില്ല. എന്താണ് ഇവരെ വിചാരം? പെണ്ണൊപ്പുണ്ടല്ലോ എന്ന്. പെണ്ണ് കൂടെയുള്ള സന്യാസ വ്യവസ്ഥയുണ്ട്. ഞങ്ങളാരും തന്നെ ചതുരാശ്രമികളല്ല. പഞ്ചമാശ്രമം, കൗളസ്തു പഞ്ചമാശ്രമ. ഇത് ഈ കൗളൻ എന്താ പഞ്ചമാശ്രമം എന്ന് പോലും അറിയാത്ത സന്യാസിമാരാണ് തൂക്കം നിർത്തിയ സന്യാസി വിളിച്ച് വലിയ ആഘോഷിക്കുന്നത്. അതേസമയം ചണ്ടാള വേദി പോയപ്പോ എന്തുകൊണ്ട് കൊടുങ്ങല്ലൂർ കോഴി വെട്ടി ഈ പറഞ്ഞ ഒരു ആചാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച ചണ്ടാള ബാബ അതൊന്നും സന്യാസി എന്നും പറയാൻ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം സമയം വൈകിയെന്ന് അറിയാം. പിന്നെ അതുപോലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ച ഒരു ചോദ്യം ഒക്കെ പെട്ടെന്ന് വെക്കുകയാണ്. അതായത് കൊടുങ്ങല്ലൂർ ക്ഷേത്രാചാരം നിർത്തലാക്കിയത് അവിടുത്തെ പ്രശ്നചാർത്തും ഇതേ മുഖേനയാണെന്ന് വിവരാവകാശം ചോദിച്ച ചോദ്യമാണിത്. ഒപ്പം അവരുടെ മറുപടിയാണ് അല്ല. ഒരു ക്ഷേത്രത്തിലെ ആചാരം നിർത്തലാക്കുമ്പോഴും പുനഃക്രമീകരണ തന്ത്രിയുടെ അനുവാദം വേണം. ഉണ്ടോ? ബലിയാചാരം നിർത്താൻ ഇല്ല, അവരില്ല. എന്നാൽ ഭരണഘടന പറയുന്ന ഈ പറഞ്ഞ ആർട്ടിക്കിൾ 54(1) പ്രകാരം ഈ പറഞ്ഞ കേന്ദ്ര നിയമം 28 നിൽക്കുമ്പോൾ ഇത് അതല്ലേ അംഗീകരിക്കണ്ടേ? അത് ഞങ്ങൾക്ക് ബാധകമേ അല്ല. അതിനടുത്ത വിവരാവകാശത്തിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ദേവസ്വം ബോർഡിന് ബാധകമല്ലാത്ത ഇന്ത്യൻ ഭരണഘടനയോ ആർട്ടിക്കിൾ 54(1) അതോ ഹിന്ദു ആചാരങ്ങളോ എന്താണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പാർലമെന്ററി നിയമമോ എന്താണ് നിങ്ങൾക്ക് ബാധകമല്ലാന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് വ്യക്തമാക്കി തരണം. അങ്ങനെ ഇവരുടെ കൃത്യമായി ഹിന്ദുക്കളുടെ ആചാര്യന്മാരോടോ ഹിന്ദു സംഘടനകളോടോ അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ഊരാളന്മാരോടോ ഒന്നും ചോദിച്ചിട്ടല്ല. കേരളത്തിലെ ഹിന്ദു ധർമ്മ വിരോധികളായിരിക്കുന്ന ആളുകളുടെ ഒരു നിയമത്തെ കൊണ്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നു? ഇവിടെ ഹിന്ദുക്കളാകുന്ന ഈ പറയുന്ന പച്ചക്കറി ഹിന്ദുക്കൾ, പുല്ല് ഹിന്ദുക്കളാണ് ഇതിനെ നശിപ്പിക്കുന്നത്. പച്ചക്കറി കഴിക്കുന്നവരെ ആക്ഷേപിക്കല്ല മക്കളെ, അങ്ങനെയൊന്നും ഇല്ല, അതൊന്നും നമ്മൾ പറയില്ല. ഈ തെറ്റായ സന്ദേശം കൊടുക്കുന്നതാണ്. നിങ്ങൾ ഭക്ഷണം പച്ചക്കറി കഴിക്കുന്നവർ അതന്നെ കഴിച്ചാൽ മതി, ഒരു വിരോധവും ഇല്ല. മാംസം കഴിക്കുന്നവന്റെ തട്ടിയിലേക്ക് നിങ്ങൾ കല്ലെറിയരുത്. അത് ഹിന്ദു ധർമ്മ വിരുദ്ധാന്ന് പറയരുത്. അതും ഹിന്ദു ധർമ്മം തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ പ്രമാണ സഹിതം പറഞ്ഞു തരാൻ ചണ്ടാള ഒരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ്. ഇതിന് പോലത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്താം. എന്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇതിന്റെയൊക്കെ കടക്കിൽ കത്തിവെച്ചു? ഇവിടുത്തെ ഹിന്ദുക്കളുടെ ജാതി ഉച്ചിത്വം കൂടിയിരിക്കുന്ന സമയത്ത് ഇവൻ എന്ത് മാർഗം? നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞു, രാമസിംഹൻജി ഇരിക്കുമ്പോ തന്നെ നമ്മൾ പറയാണ്. ഇതിനു മുമ്പ് രാമസിംഹൻ ഉണ്ടായല്ലോ. അദ്ദേഹത്തിന്റെ സഹോദരന് പെണ്ണ് കൊടുത്തത് അങ്ങാടിപ്പുറത്തെ ഒരു നമ്പൂരിപ്പാടാ. അന്ന് രാമൻസിംഹൻജി വന്ന അതേ മതത്തിൽ നിന്നല്ലാണ്ട് ഇവിടെ പാണനും പറയുന്നുണ്ടായിരുന്നല്ലോ. എന്താ അവർക്ക് പെണ്ണ് കൊടുക്കാൻ നമ്പൂരി ഇല്ലാതിരുന്നേ? ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന ആളുകളോട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ട് കുറച്ച് ന്യായം പറഞ്ഞപ്പോ അവർക്ക് തോന്നി ഇവർ മാത്രമേ ഞങ്ങളെ സ്വീകരിക്കുന്നുള്ളൂ എന്ന്. കാരണം നമ്മൾ ഏലംകുളത്തുനിന്നാ വരുന്നേ. ആശ്രയമില്ലാത്തവൻ ആശ്രയമാകുന്ന ഏലംകുളം മനക്കിലെ തമ്പുരാനാണെങ്കിൽ ആ ആശ്രയത്തെ ഒന്ന് ആശ്രയിച്ചു പോയി. കുറെ കാലം കഴിഞ്ഞപ്പോ അവൻ മനസ്സിലാക്കുക എന്താണ്, ഇവന്റെ കൂടെ പോയിട്ട് ഇവന്റെ ആചാരം അനുഷ്ഠാനം ഒക്കെ ഇല്ലാണ്ടാക്കി എനിക്കിപ്പോ ദൈവം കൂടി ഇല്ല എന്നുള്ളത്. അപ്പൊ രക്ഷിക്കാൻ വരുന്ന ആരാ? ഇവിടുത്തെ ഹിന്ദുത്വത്തിന്റെ കുത്തക മുതലാളിമാരാ. ഇവര് പറയാൻ എന്താണ്? ഒരു വേദം പഠിക്കൂ, ഭഗവത്ഗീത പഠിക്കൂ, സംസ്കൃതം പഠിക്കൂ, കർമ്മബ്രാഹ്മണനാകൂ. ഇവൻ ചെന്നിരുന്നപ്പോഴോ ഇവന് പഠിപ്പിക്കുന്ന ഓം ഭൂർഭുവസ്വഹ തത് സവിതുർവരേണ്യം. ഇവന് വഴങ്ങോ? എനിക്കറിയാം. ഞാൻ ഹിന്ദു സംഘടന ഉപനയനം ചെയ്യാൻ വേണ്ടി പോയപ്പോ അവിടുന്ന് പറഞ്ഞത്, ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് ഇനി പച്ചക്കറി കഴിക്കണം എന്നാ, കുലദൈവങ്ങളെ ആചരിക്കരുത് എന്നാ. ഇത് വെറുതെ പറയുന്നല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്തു? അവർക്ക് മടുത്തപ്പോ അവരുടെ കുലദൈവങ്ങൾ നശിച്ചു. നമ്പൂരിമാരെ കൊണ്ടുപോയി ഈ പ്രശ്നം വെക്കുമ്പോൾ ജ്യോത്സ്യന്മാര് പറയും ബ്രാഹ്മണരെ പൂജിച്ചാൽ മതി അറിയും.
അങ്ങനെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തു മറ്റൊരു വിഭാഗം രക്ഷിക്കാൻ വന്ന ഹിന്ദുത്വർ എന്ത് ചെയ്തു? ഇവരെയും നശിപ്പിച്ചു. സ്വതവേ ഹിന്ദുക്കളെ രാമസിംഹൻജി പറഞ്ഞ പോലെ എട്ടും പൊട്ടും തിരിയാണ്ട് വെള്ളത്തിൽ, ഈ കലങ്ങിയ വെള്ളത്തിൽ പരൽമീനുകൾ മുകളിലേക്ക് നോക്കുന്നവരെ നോക്കുക. അപ്പോഴാണ് ഓരോരുത്തർ പോയിട്ട് കോടതിയിൽ പോയിട്ട് ആന വേണ്ട, വെഞ്ചാമരം വേണ്ട, വെടിക്കെട്ട് വേണ്ട, തൃശ്ശൂർ പൂരം തന്നെ വേണ്ട, തൃശ്ശൂർ പൂരം വേണ്ടാണ്ട് ഇപ്പൊ ജഗതി പറഞ്ഞ പോലെ യോധര് നല്ലോണം കലങ്ങിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ ഒട്ടും കലങ്ങിയില്ല എന്നുള്ള വിഷമത്തിൽ എല്ലാവരും ഇരിക്കുന്നത്. ഒട്ടും കലങ്ങിയില്ല, കലക്കാൻ നോക്കിയിട്ട്. അപ്പൊ ആ രീതിയിൽ പോകുന്നതിന് കാരണം അടിസ്ഥാനപരമായി ഹിന്ദുവിനെ പഠിക്കാനോ പ്രചരിപ്പിക്കാനോ നേതാക്കൾക്കോ ആചാര്യന്മാർക്കോ പറ്റിയിട്ടില്ല. ഇത് മറ്റു മതസ്ഥരുടെ പ്രശ്നമല്ല. കോടതികളിൽ പോലും ബലിയാചാരങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളോ ക്രൈസ്തവരല്ല. അവരെ നന്നാക്കി പറയുകയല്ല, ധർമ്മപക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ മറിച്ച് നിയമപരമായി ന്യൂനപക്ഷങ്ങൾക്ക് മറ്റൊരു പരിഗണന കൊടുക്കുമ്പോൾ ഭൂരിപക്ഷത്തിലെ അടിസ്ഥാന ജനങ്ങളുടെ നമ്പൂതിരേതര സമുദായങ്ങൾ നമ്പൂതിരികൾക്കുണ്ട്, പക്ഷെ അവരിപ്പോ ചെയ്യാത്തോണ്ട് മറ്റു സമൂഹങ്ങളുടെ ആചാരത്തിന് നേരെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു മതേതരത്വമില്ല, ഒരു ദലിത് പ്രേമമില്ല, ഒരു ആദിവാസി പ്രേമമില്ല, ഒരു അപ്പർ കാസ്റ്റ് പ്രേമമില്ല, ഒരു പ്രേമമില്ല. കാരണം ഞങ്ങളൊക്കെ ഹിന്ദു എന്ന ലേബലിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഹിന്ദുവിന്റെ വിഷയമാണ്. അകത്തുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെങ്കിൽ അത് അതിന്റെ ആൾക്കാർ തന്നെ മനസ്സിൽ വെക്കണം. അല്ലാത്ത സമയത്ത് നമ്മളെപ്പോലുള്ളവർക്ക്, ബൈജുജിയെ പോലുള്ള ആളുകളുടെ അഭിമുഖവും മറ്റുള്ളവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഇത്തരം ഒരു മാധ്യമമാണ് മുഖ്യമായിരിക്കുന്നത്. വീണ്ടും പറയുന്നു, ഭിന്നിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയല്ല. ഹിന്ദുക്കൾ തിരിച്ചാണ് എവിടെയാണ് ന്യൂനത എന്നുള്ളത്. എന്നിട്ട് പരസ്പര ആദര ബഹുമാനത്തോടുകൂടി പോവാം, സ്വധർമ്മം പഠിക്കുക. നിങ്ങൾക്ക് സ്വീകാര്യമില്ലാത്ത മറ്റൊരു അടിച്ചേൽപ്പിക്കരുത്. വേദം കച്ചവടം ചെയ്യാനുള്ളതല്ല, തന്ത്രം കച്ചവടം ചെയ്യാനുള്ളതല്ല, പഠിക്കാനുള്ള എല്ലാവർക്കും പഠിക്കാം. പഠിച്ചത് കൊണ്ടിടക്കാന്നല്ല, അവനെ പാരമ്പര്യം കൊണ്ടിടക്കുക. അവന്റെ അച്ഛൻ രാമനാണെങ്കിൽ ആ രാമനെ അച്ഛ എന്ന് വിളിക്കുക. അപ്പുറത്തോന്റെ അച്ഛൻ രാമനാന്നിട്ട് അവനെ അച്ഛ എന്ന് വിളിക്കരുതേ എന്നൊരു അഭ്യർത്ഥന നമ്മൾ വെച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പരമാവധി പറയാൻ പറ്റുന്നത് പറഞ്ഞു. സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രമാണ്. തുടർന്ന് ബൈജുജി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കറക്റ്റ് അല്ലാത്ത എന്തെങ്കിലും രീതിയിൽ ഒരു സംശയം നിൽക്കുന്ന രീതിയിൽ ഒരു സംശയം നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അവർ മര്യാദപരമായിട്ടുള്ള ചോദ്യമാണെങ്കിൽ, ധാർമ്മികപരമായിട്ട് ഹിന്ദു എന്നൊരു ഹിന്ദു സമൂഹത്തിലെ ഒരു ആദിമ ധർമ്മം ഫോളോ ചെയ്യുന്ന ഒരു ആചാര്യ നിലയ്ക്ക്, മറ്റു ധർമ്മങ്ങളെ പഠിക്കുന്ന ആചാര്യ നിലയ്ക്ക് അതിനെല്ലാം മറുപടി നൽകാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അത്തരം അങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരം ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഒരു കാര്യം പറയണം. കാരണം അല്പമായിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ നിസ്സാരമല്ല. അതുകൊണ്ട് ഹിന്ദു ഇനിയും തിരിച്ചറിയാം, നമ്മളുടെ ശത്രു നമ്മൾ തന്നെയാണ്. അത് പരിഹരിക്കപ്പെടട്ടെ. അത് പരിഹരിക്കപ്പെടാൻ നമുക്ക് ജഗദീശ്വരോട് പ്രാർത്ഥിക്കാം. നമസ്തേ. ഓക്കെ, നാനത്വത്തിൽ ലേഖത്വം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഹിന്ദുവിന്റെ ഈ ഒരു വിഷയം തന്നെ ഇപ്പൊ ബാബാജി ദീർഘമായി തന്നെ പറഞ്ഞു, ഈ ഒരു വിഷയം തന്നെ പരിഹരിക്കാനാവാതെ ഹിന്ദുക്കളിൽ തന്നെ തമ്മിൽ തല്ല് നടക്കുമ്പോൾ മറ്റു മതസ്ഥർ നമ്മളെ ആക്രമിക്കുന്നതും, ഇനി വേണ്ട കോടതി ആയാലും കമ്മ്യൂണിസം ആയാലും കോൺഗ്രസിന്റെ ഇസമായാലും ഇസങ്ങളൊക്കെ നമ്മളെ ആക്രമിക്കുന്നതിൽ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന ചോദ്യം, വലിയൊരു ചോദ്യം തന്നെയാണ് ബാബാജി ഉയർത്തിയിരിക്കുന്നത്. വരും നാളുകളിൽ അതിന് വലിയ ഉത്തരം കണ്ടെത്താൻ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ചിന്തിച്ചുകൊണ്ട് അവിടെ ഹിന്ദു എന്നുള്ളത് ഒരൊറ്റക്കെട്ടായി തീരുമാനമെടുക്കാനുള്ള, അത് ചണ്ടാളനായി കഴിഞ്ഞാലും ബ്രാഹ്മണനായി കഴിഞ്ഞാലും ഒരേ മനസ്സോടുകൂടി നെഞ്ചോട് ചേർത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് മുഖ്യം എന്നുള്ളത് ഇനിയെങ്കിലും നമ്മുടെ സംഘടനകൾ, നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും വിശിഷ്ട അതിഥികൾ 3 പേരും ഗംഭീരമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്ന വിശ്വാസത്തോടെ തൽക്കാലം നമ്മൾക്ക് വൈകിയ ഈ വേളയിൽ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാ അതിഥികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകരെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്.